എഴുത്തിൻ്റെ പരിവർത്തനം എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യരായ 3 വ്യക്തികളാണ് നമുക്കിവിടെ പാനലിൽ ലഭിച്ചിട്ടുള്ളത്. അഖിൽ പി ധർമ്മജൻ, ജിസ്മ ഫൈസ്, നിംന വിജയ്. നമുക്കറിയാം, അഖിലും നിംനയും ഈ മലയാള സാഹിത്യത്തിലും മലയാള പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിലും വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഈ 100 കോടി ക്ലബ്ബിൽ മലയാള സിനിമ കടന്നു എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ പുസ്തക വിൽപ്പന ലക്ഷങ്ങളും അതിന് മുകളിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ തുടങ്ങിയ ആ വഴിയിലൂടെ ഒരുപാട് പുതിയ ചെറുപ്പക്കാർ വരുന്നു, അവരൊക്കെ എഴുതി തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ മുതിർന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മാത്രം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ മുഴുകിയിരിക്കുന്നു പറയുമ്പോൾ അവരെ വീണ്ടും വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന 3 പേരാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. അഖിലും നിംനയും ആദ്യമായാണ് MBFൽ എത്തുന്നത്, അതുപോലെ ജിസ്മയും. ഇവർ 3 പേരും ആദ്യമേ ഒന്നിക്കുന്നതും ഇവിടെ വെച്ചാണ്. ഒരിക്കൽ കൂടി നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന മലയാളം നോവൽ ചരിത്രം പരിശോധിച്ചാൽ മുട്ടത്ത് വർക്കിയും കാനവും തുടങ്ങിയ ഒരു നോവൽ പരിസരമുണ്ട്. അതായത് വളരെ ലൈറ്റ് റീഡിംഗ് ആയിട്ടുള്ള കഥ, ഗ്രാമപരിസരങ്ങളിലൂടെ കഥ പറഞ്ഞു പോകുന്നു. അതിൻ്റെ മറ്റൊരു വേർഷനാണ് അഖിൽ പി ധർമ്മജൻ അവതരിപ്പിച്ചത്. അത് ചെന്നൈ നഗരത്തിലെ ഒരു കഥാപരിസരമാണ് റാം കെയർ ഓഫ് ആനന്ദിയിൽ പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഒരു ചെറുപ്പക്കാരുമായി കണക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ എനിക്കറിയേണ്ട കാര്യം, അഖിലിൻ്റെ അഭിപ്രായത്തിൽ ആരാണ് റാം കെയർ ഓഫ് ആനന്ദിയുടെ വായനക്കാർ? എന്തുകൊണ്ടായിരിക്കും അവരത് വായിച്ചത്? റാം കെയർ ഓഫ് ആനന്ദിയുടെ വായനക്കാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കക്കാരാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. വായനയുടെ തുടക്കക്കാർ. ഒരിക്കലും സീരിയസ് ആയിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, എന്നാലും എന്നെ കൂടുതലായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് സീരിയസ് ആയിട്ട് വായിക്കുന്നവരാണ്. അപ്പോൾ അവർ പറയും, എടാ ഇത് സാഹിത്യമല്ല എന്ന് പറയും. അപ്പം ഞാൻ പറയും, എനിക്ക് അങ്ങനെ എഴുതാനേ അറിയത്തുള്ളൂ, ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. കാരണം ഞാനിപ്പോൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ കഥ എഴുതുന്നത്. അപ്പോൾ കൂടെ ഇരിക്കുന്ന ഒരാളോട് കഥ പറയുന്ന പോലെ വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം എന്ന് മാത്രമേ ഞാൻ അവകാശപ്പെടുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വേറെ ആരെങ്കിലും അനുകരിക്കാനായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ അനുകരണമായി പോവും. അപ്പോൾ പണ്ട് തൊട്ട് തന്നെ ഞാൻ കഥ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ എഴുതി നോക്കി. ആദ്യമൊക്കെ ഈ പറഞ്ഞ കണക്ക് തന്നെ എൻ്റെ ആദ്യത്തെ 2 ബുക്കും വന്നപ്പോൾ എന്നെ കളിക്കുടുക്ക സാഹിത്യം എന്നൊക്കെ ആയിരുന്നു എന്നെ കളിയാക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കും, അതെന്ത് സാഹിത്യമാണെന്ന് ചോദിക്കും. പിന്നെ മെർക്കുറിയലിൻ്റെ 2ാമത്തെ ബുക്ക് വന്നപ്പോഴേക്കും അത് അങ്ങനെ ആക്കി, കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതുന്നു, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു ഇതിൽ വായനക്കാർക്ക് മാത്രം എഴുതുന്നു എന്ന്. അപ്പോൾ എനിക്ക് ചോദിച്ചു, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിനക്ക് റിയൽ ലൈഫ് എഴുതാൻ പറ്റുമോ, പച്ചയായ കഥാപാത്രങ്ങൾ എഴുതാൻ പറ്റുമോ, ഈ ഫാൻറ്റസിയും ഹൊററും പ്രേതങ്ങളെ പറ്റിയൊക്കെ അല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയി മാറി. ചെന്നൈയിൽ ആ സമയത്താണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ഫിലിം അക്കാഡമിയിലായിരുന്നു. 2 വർഷം അവിടെ പോയി നിന്ന ആ ഒരു കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്ഥലത്തെ പറ്റി എഴുതാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ഒരാഴ്ച നിന്നിട്ടൊന്നും കാര്യമില്ല. കാരണം ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും, ബസ്സുകളും ജസ്റ്റ് അപ്പം എന്തൊക്കെയാണോ സംഭവിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ 2 വർഷം ചെന്നൈ നിന്നപ്പോൾ അവിടുത്തെ കാലാവസ്ഥ പഠിക്കാൻ പറ്റി. അതായത് മഴ പോലും എങ്ങനെ അവിടുത്തെ ആൾക്കാരെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ ആരുടെയും മുഖത്ത് ചിരി ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല. ഇപ്പോൾ നടന്നു പോവുകയാണെങ്കിലും കുട്ടികളുടെ മുഖത്ത് പോലും ചിരിയില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങി ഇങ്ങനെ ബസ്സിൽ കയറിയാണ് ഞാൻ പോകുന്നത്. കോളേജിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അന്ന് മഴയുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ സൈഡിലിരുന്ന് ഞാൻ നോക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും മുഖത്ത് ഭയങ്കര സന്തോഷമാണ് മഴ വന്നത്. അപ്പോൾ എനിക്ക് തോന്നി അവിടുത്തെ കാലാവസ്ഥ പോലും എങ്ങനെയാണ് അവിടുത്തെ മനുഷ്യരെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് ഞാൻ റാം കെയർ ഓഫ് ആനന്ദി എഴുതി. ഇത് ഇറക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല, ഒരു 5 എഡിഷൻ 6 എഡിഷൻ മാക്സിമം 10 എഡിഷൻ, അതിനപ്പുറം ഇത് പയ്യെ അങ്ങ് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വായനയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന കുറേ ആൾക്കാർക്കൊരു സ്റ്റാർട്ടറായിട്ട് കിട്ടിയ പോലെ അതുകൊണ്ട് ആൾക്കാർ ആഘോഷിച്ചു. അതിനപ്പുറം വേറെ ഒന്നും തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എഴുതിയ ഒരു നോവലല്ല റാം കെയർ ഓഫ് ആനന്ദി. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന പുസ്തകങ്ങളിപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വലിയ വിമർശനങ്ങളും അതിനെപ്പറ്റി പറയുന്നുണ്ട് ആളുകൾ. അപ്പം എനിക്ക് ചോദിക്കാനുള്ള കാര്യം, അതായത് ഈ ശുദ്ധ കലാവാദികളുണ്ടല്ലോ, പുസ്തകം നേരിട്ട് വായിക്കണം, ഈ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയൊക്കെ എതിർക്കുന്ന ആളുകളാണോ ഈ വിമർശനങ്ങൾക്ക് പിന്നിൽ? എന്താണ് നിംനയ്ക്കിനെ പറ്റി പറയാനുള്ളത്? ഇൻസ്റ്റാ നോവലിസ്റ്റ് എന്ന വിമർശനത്തിനോട് നിന്നയുടെ പ്രതികരണം എന്താണ്? വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം.
കഴിഞ്ഞ വർഷമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിന് വായനക്കാർക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടുന്നത്. അപ്പം അതിനുശേഷം ഒരുപാട് പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2025 കടക്കുന്ന സമയത്ത് നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ ഈ വേദി ഇത്രയും നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വായനയെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഞങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യം തന്നെ നന്ദി പറയാണ്. ഞാൻ ഒരു എഴുത്തുകാരിയായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിൻ്റെ റൈറ്ററായിട്ട് നിമ്ന അറിയപ്പെടുന്നതിന് മുൻപേ ഇൻസ്റ്റഗ്രാമിൽ കോട്ടുകൾ എഴുതുന്ന ചേച്ചി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കഥകൾ എഴുതുന്ന ചേച്ചി എന്നാണ് എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ഈ അടുത്ത് മാതൃഭൂമിയിലൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി ചോദിക്കേണ്ടായി, ഇൻസ്റ്റ എന്നൊരു മീഡിയ ഇല്ലായിരുന്നെങ്കിൽ നിമ്ന എങ്ങനെ എഴുത്തുകാരിയാവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനൊരു എഴുത്തുകാരിയാവണം എന്നുള്ളത് കൊണ്ട് പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളല്ല ഞാൻ. എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നമാണ് ഒരു ബുക്ക് ഇറക്കുക എന്നുള്ളത്. അതിനപ്പുറം എഴുത്തിൻ്റെ വലിയ സാധ്യതകളെക്കുറിച്ചോ അല്ലെങ്കിൽ സാഹിത്യത്തെക്കുറിച്ചോ ഇന്നും എനിക്ക് വലിയ അറിവുകളില്ല, അന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഉള്ളിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം നേടാനുള്ള എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഞാൻ എത്തി നിൽക്കുന്ന വേദിയാണത് ഇതുവരെ. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇൻസ്റ്റ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ നേടുമായിരുന്നു എന്നാണ്. അപ്പം നിമ്ന ഇൻസ്റ്റയിൽ എഴുതി അത് വെച്ച് മാർക്കറ്റ് ചെയ്ത് ബുക്ക് ഇറക്കി എന്നൊക്കെ രീതിയിൽ ഒരുപാട് ഫ്രസ്ട്രേഷനുള്ള ആളുകളുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരിടത്ത് ഒരാൾ എത്തി നിൽക്കുന്നത് ഞാൻ കാണുവാണെങ്കിൽ ഞാൻ അവരെ ഒരു ശത്രുവായിട്ട് കാണുന്നതിനേക്കാളും ഞാൻ അവരെ എൻ്റെ മിത്രമാക്കാൻ നോക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ അടുത്ത് നമുക്ക് ഒരുപാട് ലേൺ ചെയ്യാനുണ്ടാവും. അവരെങ്ങനെ ആ ഒരു പൊസിഷനിൽ എത്തി എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ പുസ്തകം എഴുതണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് കൂടെ കൂട്ടിയിട്ടുള്ള ഒരാളാണ് അഖില്. അപ്പോൾ ആ സമയത്ത് അഖില രാംകോ ആനന്ദൊക്കെ എഴുതി നിൽക്കുന്ന ഒരു സമയമാണ്. എൻ്റെ ഫസ്റ്റ് ബുക്ക് പോലും ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം ഞാൻ എനിക്കുള്ള ഒരുപാട് കോംപ്ലക്സുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ അഖിലിനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയൊരു ബുക്ക് ഇറക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിലുള്ള വർക്കുകൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ആ ജേർണിയിൽ അവൻ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇന്നിവിടെ നിൽക്കുന്ന സമയത്ത് നിമ്ന ഇൻസ്റ്റയിൽ മാർക്കറ്റ് ചെയ്ത് നിമ്ന സ്വയം തള്ളി ബുക്ക് ഹിറ്റാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാൻ ഒരിക്കലും ഒരു പരാതിയായിട്ട് പറയുന്നില്ല, കാരണം അത് സത്യമാണ്. ഞാൻ സ്വന്തമായിട്ട് തള്ളി തന്നെയാണ് ഈ ബുക്ക് ഹിറ്റാക്കിയത്. പക്ഷെ അത് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിൻ്റെ സെക്കൻഡ് പാർട്ട് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് ഇറങ്ങാൻ പോകുന്ന സമയത്ത് അതിന് കൂടെ തള്ളാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വായനക്കാർ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമാണ് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ആ ഒരു പ്ലേസ്. പിന്നെ എനിക്ക് തോന്നുന്നു, ഏതെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ കയറുന്നതിന് മുന്നേ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചോദ്യങ്ങളൊക്കെ സൂക്ഷിച്ച് ചോദിക്കണം, ഏത് നിമിഷവും എയറിൽ പോകാവുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാമിൽ വളരെ വലിയൊരു ക്രൗഡിൽ വെച്ചിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ വായിക്കേണ്ട പുസ്തകങ്ങൾ, നമുക്കിഷ്ടമുള്ള പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കേണ്ടതെന്ന്. അപ്പോൾ അതിന് മുന്നിലും പിന്നിലൊക്കെ ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു ക്ലിപ്പ് മാത്രം ഇട്ടിട്ട് ഒരു റീലാക്കിയിട്ട് അവരത് പബ്ലിഷ് ചെയ്യണ്ടായി. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്, ഇവരെന്ത് തേങ്ങയാണ് പറയുന്നത്, ഒരു പുസ്തകം വായിക്കാതെ എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഒരു പുസ്തകം ഇഷ്ടമാവുമെന്ന്. അപ്പോൾ നിങ്ങളൊരു പബ്ലിക് വേദിയിലിരിക്കുമ്പോൾ കുറച്ചെങ്കിലും പഠിച്ചിട്ട് വരണ്ടേ, സംസാരിക്കാൻ പഠിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അതിൻ്റെ മുന്നിൽ കമൻറ്റ് ചെയ്തു. അപ്പം ഞാനിതിങ്ങനെ നോക്കുകയാണ്, ഓക്കെ എത്ര നേരം പോകുന്ന വരെ നോക്കാം, നമ്മുടെ കയ്യിലിരിക്കുന്ന വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, പറഞ്ഞു പോയല്ലോ എന്നുള്ളതിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇൻസ്റ്റയിൽ ഇങ്ങനെ ബുക്കിൻ്റെ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് പേജുകളുണ്ട്. അപ്പോൾ എൻ്റെ ബുക്കിനെ പറ്റി അത്രയും കാലം റിവ്യൂ ചെയ്യാത്ത പേജുകളെല്ലാം ഈ ഒരു റീല് വന്ന് ആളുകളത് കണ്ടു തുടങ്ങി. അതിനുശേഷം ഇതിൻ്റെ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ തുടങ്ങി, നെഗറ്റീവായിട്ട് അവരെ ബുക്കിന് റിവ്യൂ എഴുതാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി, ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് ആളുകൾ എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് ആ സമയത്തുണ്ടായി. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ട് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഹൗ ടു പബ്ലിഷ് എ ബുക്ക് എന്നുള്ളതാണ്. കാരണം എന്നെക്കാളും കൂടുതലായിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിവിടെ ഉണ്ട്. അവർക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം നിമ്ന എന്നുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ജേർണി അവർക്കൊരു പാഠപുസ്തകമാകട്ടെ. ഒരു സപ്പോർട്ടും ഇല്ലാതെ ആദ്യമായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ബുക്ക് 1,00,000 കോപ്പികൾ കടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ബുക്ക് എഴുതണം എന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും അത് പറ്റും എന്നുള്ളൊരു ചാപ്റ്ററായിട്ട് എൻ്റെ ലൈഫ് മാറട്ടെ എന്നുള്ളത് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ ഫ്രസ്ട്രേറ്റഡ് ആവാതെ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മാറി ചിന്തിച്ച് ശത്രുവായിട്ട് കാണുന്ന ആൾക്കാരെ മിത്രങ്ങളായിട്ട് കണ്ട് അവരിൽ നിന്ന് ലേൺ ചെയ്യാൻ ആളുകൾ പഠിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്ക് യു. ജിസ്മ ഫൈസ് എന്നോടാണ് ചോദ്യം.
ജിസ്മയുടെ ആദ്യ പുസ്തകമായ എൻ്റെ അരുമയായ പക്ഷിക്ക് 7 പതിപ്പുകൾ വിറ്റുപോയി. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ 2ാം പുസ്തകം ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യർ പ്രകാശനം നടത്തി ദിവസങ്ങൾക്കുള്ളിൽ വിറ്റ് തീർന്നു. ആദ്യ പതിപ്പ്. പുതിയ തലമുറയ്ക്ക് ഒരു തരത്തിൽ റിലേറ്റ് ചെയ്യാനാവാത്ത ആത്മീയ പ്രണയമെന്നോ വിശുദ്ധ പ്രണയമെന്നോ വിളിക്കാവുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ആ നോവൽ സംസാരിക്കുന്നത്. അപ്പോൾ ആരാണ് ജിസ്മയുടെ വായനക്കാർ? ന്യൂ ജനറേഷനാണോ അതോ പഴയ ആളുകളാണോ? തീർച്ചയായും ഇപ്പോൾ ഈ ചോദ്യം ഇന്നത്തെ യൂത്തിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു, ഒരു ക്രൈമോ സസ്പെൻസോ ഹൊററോ വെച്ചു കൊടുത്ത് തൊട്ടപ്പുറത്തൊരു റൊമാൻറ്റിക് ഫിക്ഷൻ വെച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അവർ തിരഞ്ഞെടുക്കുന്നത് ആ 3 കാറ്റഗറീസ് ആയിരിക്കും. അപ്പോൾ ഈ പ്രണയം എന്നുള്ളൊരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ ഇറ്റ്സ് ചാലഞ്ചിങ് ആണ്. നമുക്കത് സ്വീകരിക്കപ്പെടാൻ ഇത്തിരി ചലഞ്ചിങ് ആണ്. ഈ വിശുദ്ധമെന്നോ അല്ലെങ്കിൽ ആത്മീയമെന്നോ ഒരു കോൺസെപ്റ്റ് യൂത്ത് എന്നല്ല ആരിലും പ്രകടമായി അവരത് അംഗീകരിക്കണമെന്നില്ല. പക്ഷേ എല്ലാവരിലും ഇതെല്ലാം ഒളിഞ്ഞിരിക്കുന്നുണ്ട് താനും. ആരും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം എൻ്റെ പുസ്തകം ഇന്നൊരു കാറ്റഗറി ആളുകൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതല്ല. പുസ്തകം വിറ്റു പോകുന്നുണ്ട് എന്നുള്ളത് വായിക്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രണയം എന്നുള്ളൊരു കോൺസെപ്റ്റ് എക്കാലവും വായിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. എങ്കിലും അതിലെന്തെങ്കിലും വ്യത്യസ്തത പുലർത്തിയാൽ അത് സ്വീകരിക്കപ്പെടുള്ളൂ എന്നുള്ളത് ഒരു ഉറച്ച കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ സാഹിത്യം തുടങ്ങിയ കാലം മുതൽ ഇന്നോളം പ്രണയം എഴുതുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് അരുമയായ പക്ഷി സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത്, അതിൽ അരുമയായ പക്ഷിയിൽ മറ്റ് പല തലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിലെ ആത്മീയമെന്നോ വിശുദ്ധമെന്നോ പറയുന്ന പ്രണയത്തെക്കുറിച്ചാണല്ലോ ഞാൻ എഴുതിയത്. തീർച്ചയായിട്ടും അത് അംഗീകരിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിലെല്ലാം ഇതുണ്ട്. ഇപ്പോൾ പൈങ്കിളി എന്നുള്ളൊരു വാക്കിനെ സമൂഹം ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ചേർത്തിക്കഴിഞ്ഞു. പക്ഷേ എങ്കിലും നമ്മുടെയൊക്കെ പ്രണയം പൈങ്കിളി തന്നെയാണ് അല്ലേ? അപ്പം അത്തരത്തിൽ തന്നെയാണ് ഈ വിശുദ്ധവും ആത്മീയം എന്നുള്ള ബോധ്യമെല്ലാം തന്നെ. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടായിട്ടും നമ്മൾക്കിതൊന്നുമില്ല എന്ന് പറയുന്ന സമൂഹത്തെ കൺസിഡർ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. അപ്പം അത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ് എൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നത്. ഒരു തലമുറയെ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന യൂത്ത് അല്ലെങ്കിൽ പഴയ ആളുകൾ വായിക്കണമെന്ന് കരുതിയൊന്നല്ല ഞാൻ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ പുസ്തകം വായിച്ചിട്ട് പ്രായഭേദമന്യേ ഒരു കാറ്റഗറിയിലും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള വായനക്കാരും എന്നെ തേടി വരാറുണ്ട്. എന്തെങ്കിലും കണ്ടന്റ് ഇല്ല, അതായത് അവരുടെ ലൈഫുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ജീവിതവുമായി കണക്ട് ആവുന്ന എന്തെങ്കിലും ഒരു പുസ്തകത്തിലുണ്ടെങ്കിൽ എനിക്ക് ആ പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ടായിരിക്കാം ഇപ്പം എൻ്റെ ബ്ലർബിൽ തന്നെ ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ കാണാൻ കഴിയുമെന്ന. അത് പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ വായനക്കാർ എന്നെ തേടി വരുന്നതും. അവരെ എവിടെയെങ്കിലുമൊക്കെ കാണാൻ കഴിയുന്നത് കൊണ്ടായിരിക്കാം മേ ബി ആ പുസ്തകങ്ങൾ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ഈ ആളുകൾ നമ്മുടെ എന്താ പറയുക, യൂത്താണെങ്കിലും ആരാണെങ്കിലും ഒന്നും ഇഷ്ടമല്ല എന്ന് പറയുകയും പക്ഷെ അവരെ ഇഷ്ടപ്പെടുന്ന പലതും അവർ തേടി നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ പുസ്തകങ്ങളിലേക്ക് ആളുകൾ ചേക്കേറുന്നത്. ഈ നോവൽ ശ്രദ്ധിക്കപ്പെടുന്നതോടെ വിമർശനങ്ങളും തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ കേട്ട വിമർശനങ്ങൾ ഇതൊരു പൾപ്പ് ഫിക്ഷനാണ് അല്ലെങ്കിൽ ലൈറ്റ് റീഡിങ്ങിന് മാത്രം പറ്റിയൊരു പുസ്തകമാണെന്നൊക്കെ ആയിരിക്കും ആരും കേട്ടു തുടങ്ങി. ഈ ലൈറ്റ് റീഡിങ്ങും പൾപ്പ് ഫിക്ഷനും മോശമാണ് എന്ന അർത്ഥത്തിൽ ചോദിക്കുകയല്ല, എന്നാലും ഈ വിമർശനങ്ങൾ എന്താണ് പറയാനുള്ളത്? വിമർശനങ്ങളോട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആദ്യമൊക്കെ ഭയങ്കര സങ്കടം വരുമായിരുന്നു. കാരണം 21 വയസ്സുള്ളപ്പോഴാണ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പ്രായമല്ലേ, കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഓജോ ബോർഡിനെ ഭയങ്കരമായിട്ട് വിമർശിക്കും. ഫസ്റ്റ് ബുക്ക് ഓജോ ബോർഡാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഓജോ ബോർഡിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിൽ റീഡേഴ്സ് സർക്കിൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ തേച്ചൊട്ടിച്ച് ഇടാറുണ്ട്. അപ്പോൾ ഭയങ്കര സങ്കടം വരും. ചിലതൊക്കെ വായിച്ചിട്ട് കരഞ്ഞു പോവും. കാരണം വ്യക്തിഹത്യയാണ് ചെയ്യുന്നത്. പലപ്പോഴും സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, എൻ്റെ ഫസ്റ്റ് 2 ബുക്സും ഞാൻ സെൽഫ് പബ്ലിഷ് ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് സെൽഫ് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ പബ്ലിഷിംഗ് കമ്പനികൾ ചെറിയ പബ്ലിഷിംഗ് കമ്പനികൾ ഇതുപോലെ വന്നിട്ടില്ല ഇപ്പോഴത്തെ കണക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു പബ്ലിഷിംഗ് കമ്പനി തുടങ്ങി പബ്ലിഷ് ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ അച്ചടിച്ചിട്ട് ഇഷ്ടമുള്ള എഴുത്തുകാരാവാമല്ലോ എന്നുള്ളത്. ആ സമയത്ത് വിചാരിച്ചിട്ടുള്ളത് മാതൃഭൂമിയോ അല്ലെങ്കിൽ DC ബുക്സോ മനോരമയോ പബ്ലിഷ് ചെയ്താൽ മാത്രമേ ഒരു എഴുത്തുകാരൻ ആവുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു ആൾക്കാർക്ക്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ടാണ് കഥാ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പബ്ലിഷിംഗ് കമ്പനി തുടങ്ങിയിട്ട് ഓജോ ബോർഡ് പബ്ലിഷ് ചെയ്യുന്നത്.
ആദ്യം തന്നെ ഒരു ബുക്ക് സ്റ്റാളിൽ കൊണ്ടു കൊടുത്തപ്പോൾ അവിടെ വെച്ചില്ല. അങ്ങനെ പല ബുക്ക് സ്റ്റാളിൽ ചെന്നപ്പോഴും നമുക്ക് ഈ ലേബൽ സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്ത ഒരാൾ എന്ന ലേബൽ ഉള്ളതുകൊണ്ട് അവിടെ വെച്ചില്ല. പിന്നെ വെക്കാമെന്ന് പറഞ്ഞവരൊക്കെ 60% കമ്മീഷനൊക്കെ ചോദിക്കുന്നത്. ചേട്ടനറിയാൻ പറ്റുമല്ലോ ഒരു ബുക്ക് പ്രിന്റ് ചെയ്യാൻ എത്ര രൂപയാവുമെന്നൊക്കെ. അപ്പോൾ 60% കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനും പോകുന്നില്ല അതിൻ്റെ അകത്ത്. അങ്ങനെയാണ് ലാസ്റ്റ് ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ബുക്ക് കൊണ്ടുനടന്ന് വിറ്റത്, ആരെങ്കിലും വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുറേ ആൾക്കാർക്ക് സഹതാപം തോന്നി. ബസ്സിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഇഞ്ചി മിഠായിയും കപ്പലിൻ്റെയൊക്കെ കൊണ്ടുവരുന്നിടത്ത് ഓജോ ബോർഡും കൊണ്ട് നടക്കുകയാണ് ഒരുത്തൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പ്രായമേ ഉള്ളൂ. അപ്പോൾ ചെന്നിട്ട് പറയും, ചേട്ടാ ഇതൊന്ന് വാങ്ങുമോ, പകുതി വിലയ്ക്ക് തരാം, ഇത് ഞാൻ എഴുതിയതാണ്, ഒന്ന് വാങ്ങുമോ എന്ന് ചോദിക്കും. എന്നാൽ ചിലർ സഹതാപം തോന്നിയിട്ട് വാങ്ങും. കാരണം KSRTCയിലൊക്കെ പോകുന്നവർ സാധാരണക്കാരാണ്, കയ്യിൽ പൈസ കുറച്ചൊക്കെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ അവർ വാങ്ങി. ചിലരൊക്കെ ഫേസ്ബുക്കിൽ കുറിപ്പുകൾ ഇട്ടു, നല്ല ബുക്കാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഈ ബുക്ക് സ്റ്റാൾസ് പോലും എടുക്കുന്നത്. ചില ബുക്ക് സ്റ്റാൾസിൽ പോയി ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഈ ബുക്ക് ഉണ്ടോ. അങ്ങനെ ഈ പറഞ്ഞു വിട്ടിട്ടുള്ള പല ബുക്ക് സ്റ്റാൾസും 5 കോപ്പി ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് കാലിയാകുമ്പോൾ പിന്നെ 10 കോപ്പിയായി, അങ്ങനെ 20 കോപ്പിയായി, അങ്ങനെ 50 കോപ്പിയൊക്കെ ചില ബുക്ക് സ്റ്റാൾസൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ കോഴിക്കോടുള്ള അമ്മാൻ ബുക്സ് ഒറ്റയടിക്ക് 200 കോപ്പിയൊക്കെ അവരെടുത്തിട്ട് പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ ബുക്ക് ആൾക്കാരിലേക്ക് എത്തിയെന്ന്. പക്ഷേ ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ഒരാൾ വളരുന്നതിന് ഒരു ലെവൽ അവർ കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കെയിലിൽ ഓരോ സെൻറ്റിമീറ്ററുള്ളതാണെങ്കിൽ ഈ സെൻറ്റിമീറ്ററിന് അപ്പുറം അവൻ വളരാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് വായനക്കാരെ കിട്ടുകയോ അല്ലെങ്കിൽ അവൻ വളരാനോ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ആക്രമിക്കാൻ തുടങ്ങും. ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെ മനുഷ്യജീവിതം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങളാണ്. ഇവിടെ നമ്മൾ പണിയെടുക്കുന്നു, ആഹാരം കഴിക്കുന്നു, കുടുംബത്തെ നോക്കുന്നു, അടുത്ത തലമുറയാവുന്നു, നമ്മൾ മരിച്ചു പോവുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ മറ്റൊരാളെ ഹെർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളുടെ വഴി തടയുകയോ ചെയ്തിട്ട് ഒരു പ്രയോജനവും കിട്ടാനില്ല. രണ്ടുപേരുടെ ആയുസ് ഡിഫറെൻ്റ് ആണ്. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അവനെ അവൻ്റെ വഴിക്ക് വിടുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ കൂട്ടം ചേർന്നിട്ട് ആൾക്കാർ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഡെയിലി ഇങ്ങനെ വരികയാണ്. അതാണെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അത് അലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ എൻ്റർടൈൻ ചെയ്യുകയാണ്. അങ്ങനെ ആദ്യമേ ഓർത്ത് ആ ഓജോ ബോർഡ് കൊണ്ട് നിർത്താമെന്ന്. പക്ഷേ വീട്ടിൽ പോലും അച്ഛൻ പോലും ഇഷ്ടമല്ലായിരുന്നു ബുക്ക് എഴുതുന്നതും അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ മനസ്സിൽ ആ ഒരു എഴുത്തുകാരനാവണം എന്നുള്ളൊരു ത്വര കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നിർത്തിയില്ല. 2ാമത്തെ ബുക്കും സെൽഫ് പബ്ലിഷ് ചെയ്തു, അതും കൊണ്ടുനടന്ന് വിറ്റു. 3ാമത്തെ ബുക്ക് എത്തിയപ്പോഴേക്കും റാം കെയർ ഓഫ് ആനന്ദി എത്തിയപ്പോഴേക്കും ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ബുക്ക് വായിച്ചിട്ട് വിമർശിക്കൂ എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. അതിനൊരു തെളിവാണ് ഞാൻ 1000 കോപ്പി ആദ്യത്തെ എഡിഷൻ പ്രിന്റ് ചെയ്തത്, അത് കൊണ്ടുനടന്ന് വിറ്റു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി 3.5 ലക്ഷം കോപ്പികളായി, 50ാമത്തെ എഡിഷൻ പ്രിന്റിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് അന്ന് ഞാൻ എടുത്ത ആ ഒരു ധൈര്യം, ഈ ആൾക്കാർ എല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിച്ചപ്പോൾ ഞാൻ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഈ ഒരു കായയുടെ ഫെസ്റ്റിന് വേദിയിലും വരത്തില്ല, റാം കെയർ ഓഫ് ആനന്ദി ഇത്ര എഡിഷനോ അതില്ല, റാം കെയർ ഓഫ് ആനന്ദി എഴുതത്തുമില്ല. അപ്പോൾ അതാണ് എനിക്ക് വിമർശനങ്ങളോട് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ. ഈ ബസ്സിൽ ഇഞ്ചി മിഠായി പോലെ വിറ്റ പുസ്തകം എഴുതിയ എഴുത്തുകാരൻ്റെ പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി ഇപ്പോൾ ഹാർപ്പർ കോളിൻസ് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ഏതാനും മാസങ്ങൾക്കകം ആ പുസ്തകത്തിൽ ഇംഗ്ലീഷ് പതിപ്പ് എത്തുന്നതോടുകൂടി ഈ എഴുത്തുകാരൻ രാജ്യാന്തര പ്രശസ്തിയിൽ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ കോഴിക്കോട് ഞാൻ വരുന്ന കോഴിക്കോട് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയപ്പോൾ അവിടെ ഈ പുസ്തകം കണ്ടിട്ടുണ്ട്. ഒരു ഫാൻസി സ്റ്റോറിൽ പോയപ്പോൾ അവിടെയും പുസ്തകം കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ എന്താ പറയുക, നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്ന കടയിൽ അവിടെയും പുസ്തകം വിൽക്കാം. 2 പുസ്തകങ്ങൾ, നിമ്നയുടെ പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്, അഖിലിൻ്റെ പുസ്തകം കണ്ടു. അപ്പോൾ അതായത് പുസ്തക വിൽപ്പനയുടെ സാമ്പ്രദായിക രീതികളെല്ലാം മാറ്റിക്കൊണ്ട് എവിടെയും വെച്ച് വിൽക്കാൻ പറ്റുന്ന പുസ്തകം എന്ന രീതിയിൽ വലിയൊരു പ്രൊഡക്റ്റായി ഈ പുസ്തകത്തെ മാറ്റാൻ രണ്ടുപേരും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം നിമ്നയോടാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഹേറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ നിമ്നയുടെ ആദ്യ പുസ്തകം നനയുവാൻ ഞാനൊരു കടലാകുന്നു 40,000 കോപ്പികൾ വിറ്റ് കഴിഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഏതാണ്ട് 1,80,000 കോപ്പിയാണ് ഇപ്പോൾ വിറ്റ് കഴിഞ്ഞത്. അപ്പോൾ കൂടുതൽ വിൽക്കുന്ന പുസ്തകങ്ങൾ എന്തോ മോശമാണ് എന്നൊരു പ്രവണത മലയാളികൾക്കുണ്ട്. അതായത് കൂടുതൽ വിൽക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം അതിനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിറ്റ് പോകാൻ പാടില്ലല്ലോ. അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്താണ് നിമ്നയ്ക്ക് പറയാനുള്ളത്? വിമർശനങ്ങൾ ഇപ്പോൾ ഞാൻ ഏത് സെഷന് പോയാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിമർശനങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്, നെഗറ്റിവിറ്റീനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള എനിക്കൊന്നൊരു മിഡിൽ ക്ലാസ്സിൽ ജനിച്ച് വളർന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് ഈ വിമർശനങ്ങളൊക്കെ നേരിടാനുള്ള ട്രെയിനിങ് പണ്ടേ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മൾ ജനിച്ച് വീഴുന്ന അന്നു മുതൽ നമ്മൾ നമ്മുടെ നെഗറ്റീവ്സ് കേട്ടിട്ടാണ് നമ്മൾ വളരുന്നത്. നീ എന്താ ഇങ്ങനെ, നീ അവിടെ കണ്ടുപിടിക്കുക, ഇവിടെ കണ്ടുപിടിക്കുക. അപ്പം നെഗറ്റീവ് നേരിടാനുള്ള ട്രെയിനിങ് ക്ലാസ് എനിക്ക് ആദ്യം കിട്ടിയോണ്ട് തന്നെ ഈ വിമർശനങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് അത്ര എന്നെ പേഴ്സണലായിട്ട് അത് ബാധിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു രീതിയിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്, അതിന് പിന്നിൽ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം.
അപ്പോൾ ആദ്യമൊക്കെ വിമർശനങ്ങൾ വരുന്ന സമയത്ത് എനിക്കത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഭയങ്കര പേഴ്സണലായിട്ടുള്ള ഒരു അറ്റാക്ക് ആകുമ്പം ഒരു സമയത്ത് നമുക്ക് വിഷമം വരും. അപ്പോൾ ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടേക്കാണ്, ബുക്കിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട്, ഇപ്പോഴത്തെ കുട്ടികൾ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് വന്ന് ഇറക്കം കുറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടാണ് പുസ്തകം വിൽക്കണതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ലാഭമായല്ലോ, എന്നാൽ ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ സ്ലീവ്ലെസ് ഇട്ട് 500 കോപ്പി അങ്ങനെ പോയെങ്കിൽ പോട്ടെ എന്ന് ഞാനും വിചാരിച്ചേനെ. പക്ഷേ എനിക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, കാരണം ഞാൻ അങ്ങനെ ഡ്രസ്സ് ഇടുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ വരെ ആളുകൾ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത്ര പോലും വിൽക്കപ്പെടാൻ യോഗ്യതയില്ലാത്തൊരു സാധനമാണിത്, എന്നിട്ടും ആളുകൾ ഇതിനെ ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് സമയം കളയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം തല്ലുകൂടിയിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് 1+1 = 3 എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ ബ്രോ, പറയാം 3+3 = 10. ഞാൻ പറഞ്ഞു ശരി കേട്ടോ, ഒരു പ്രശ്നവുമില്ല, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് വിടുന്ന ഒരാളാണ് ഞാൻ. വർക്ക് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. ഓക്കെ, ഞാൻ പഠിച്ചത് ജേർണലിസ്റ്റ് ആണ്. ഞാൻ ഈ എഴുത്തിലോട്ട് കടക്കുന്നതിന് മുൻപ് 6 വർഷം ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം പഴയ ജനറേഷനിൽ നിന്ന് ഇപ്പോഴത്തെ ജനറേഷന് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയേൻ്റെ ഒരു കടന്നുകയറ്റം തന്നെയാണ്. ഇപ്പം എന്തിനാണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങളുടെ ബുക്കുകൾ പോയിട്ട് സെല് ചെയ്യുന്നത്, എന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മിയും കല്ലൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ അരച്ചാലും അലക്കിയാലും പോരെ, എന്തിനാണ് നിങ്ങൾ ഈ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ മുന്നിൽ അത്ര വിശാലമായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങളതിനെ യൂസ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ്. പണ്ട് സിനിമകൾ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത് പോസ്റ്റർ ഒട്ടിച്ചിട്ടും കാര്യങ്ങളൊക്കെ. ഇന്ന് സിനിമകൾ വിജയിക്കുമോ അല്ലയോ എന്ന് തന്നെ തീരുമാനിക്കുന്ന ഒരു വലിയൊരു പങ്ക് സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്. അപ്പം എല്ലാ രീതിയിലും ആ ഒരു മാറ്റം പ്രകടമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ആ രീതിയിൽ സോഷ്യൽ മീഡിയ വഴിയിട്ട് ഒരു ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാനതൊരിക്കലും കോൺഷ്യസ് ആയിട്ട് എടുത്തുള്ള ഒരു തീരുമാനമായിരുന്നില്ല. കാരണം ഇപ്പോൾ അഖിൽ പറഞ്ഞ പോലെ എൻ്റെ ബുക്ക് ഞാൻ ഇതുപോലെ കടകളിലെല്ലാം പോയിട്ട് വിറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും റിജക്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യനിലാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി റീലിട്ടിട്ട് പുസ്തകം ഹിറ്റാക്കാം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നത്. ആ സമയത്ത് ഒരു ഓർഡർ വരുമ്പോൾ പോലും നമുക്ക് അത്ര സന്തോഷമാണ്, ഒരാളെങ്കിലും നമ്മുടെ ബുക്ക് വായിക്കാൻ ഇരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ നെഗറ്റീവ്സിന് ഒരു രീതിയിലും ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എടുക്കുന്നില്ല. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രോത്തിനെ കംപ്ലീറ്റ് അത് മാറ്റും എന്നുള്ളതാണ്. അതുപോലെ വേറൊരാളുടെ ഗ്രോത്ത് നോക്കി നമ്മൾ നമ്മുടെ ഗ്രോത്ത് താരതമ്യം ചെയ്തിട്ടും കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ജേർണിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഇനി ഞാനൊരു ബുക്ക് ഇറക്കിയാലും ഇതേപോലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും, ഇതുപോലെ ഏത് നിമിഷവും ആക്രമിക്കപ്പെടും എന്നുള്ള ബോധം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ വിശ്വസിക്കുന്ന ഒരു വായനക്കാരുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ ഞാൻ എഴുതുന്നുണ്ട്. അപ്പം എനിക്ക് വായനക്കാരുള്ളിടത്തോളം കാലം ഞാൻ എഴുതിക്കൊണ്ടിരിക്കും തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു. ജിസ്മ ബേസിക്കലി ചിത്രകാരിയാണ്, ഒരുപാട് ചിത്രപ്രദർശനം നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് എഴുത്തിൻ്റെ മേഖലയ്ക്കുള്ള പരിവർത്തനം ഉണ്ടായത്? അത് എളുപ്പമായിരുന്നു ആ ട്രാൻസ്ഫോർമേഷൻ? ആ പരിവർത്തനം എൻ്റെ ഒരു തീരുമാനമായതുകൊണ്ട് അതെനിക്ക് എളുപ്പമായിരുന്നു. എൻ്റെ നോവലിനെ ഒരൊറ്റ ക്യാൻവാസിലോട്ട് എനിക്ക് പകർത്തി വരയ്ക്കാൻ പറ്റും. അതിൻ്റെ ആശയം മുഴുവൻ ഒരൊറ്റ ക്യാൻവാസിലോട്ട് എനിക്ക് പകർത്തി വരയ്ക്കാൻ പറ്റും. പക്ഷെ അത് എത്രമാത്രം ആളുകൾക്ക് അത് കൺവേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പം അത്തരത്തിൽ ഒരു ചിത്രം എത്ര ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഘട്ടം എത്തിയപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ, ഇപ്പോൾ ആദ്യത്തേത് പ്രണയമാണ്, അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രണയത്തെക്കുറിച്ചും പ്രണയ ചിന്തകളെക്കുറിച്ചും കുറച്ചുകൂടി ആഴത്തിലും വിശാലമായിട്ടും സംസാരിക്കാൻ ഞാൻ ഏതിലേക്കാണ് തിരിയേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എനിക്കത് അക്ഷരങ്ങളെ കൂട്ടുപിടിക്കാനാണ് തോന്നിയത്. ഞാൻ നേരത്തെ ഒരു സെഷനിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ കലാസൃഷ്ടികളെല്ലാം തന്നെ, ഇപ്പോൾ സിനിമയായിക്കോട്ടെ, ചിത്രങ്ങളായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, ഇതിലെല്ലാം വെച്ചും ഏറ്റവും ക്ലാരിറ്റിയിൽ, ഏറ്റവും വിശാലമായി, ഏറ്റവും തീക്ഷ്ണമായി, തീവ്രമായി നമ്മുടെ ഉള്ളിലെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് സാഹിത്യത്തിൻ്റെ ഈ വിശാലമായ ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഞാനത് മാറി ചിന്തിച്ചത്. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നിറങ്ങളെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ കവർ ചിത്രം ഞാൻ തന്നെയാണ് വരച്ചത്. ചിത്രം വരയ്ക്കുന്നത് ഒരു ആഗ്രഹവും സ്വപ്നവുമായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും എന്നെ അടയാളപ്പെടുത്തിക്കൊണ്ട് വേണം ഈ അരങ്ങൊഴിയുക എന്നുള്ളൊരു ആഗ്രഹം എക്കാലത്തും എനിക്കുണ്ട്. അതിനുവേണ്ടി എൻ്റെ പരിമിതികളിൽ നിന്ന് ഞാൻ എല്ലാ കാലത്തും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റീവായിട്ട് പലതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
അത് ചിലപ്പോൾ എൻ്റെ മുന്നോട്ടൊരു ഗതിയില്ലാതെ എൻ്റെ മാർഗ്ഗങ്ങളെല്ലാം അടഞ്ഞു പോകും. അങ്ങനെയാണ് ചിത്രം വരയിലേക്ക് എത്തിയത്. ചിത്ര പ്രദർശനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും എനിക്കൊരു പൂർണ്ണത കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എഴുതിയപ്പോഴാണ് തീർച്ചയായും ഒരു എഴുത്തുകാരി എന്ന നിലയിലാണ് ആ ഒരു പൂർണ്ണത ഞാൻ കൈവരിച്ചത് എന്ന് വിശ്വസിക്കുന്നു. എങ്കിലും നിറങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് ഒരു ലോകമില്ല. നിറങ്ങളെയും അക്ഷരങ്ങളെയും ഒരുപോലെ തന്നെ ഞാൻ പ്രണയിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ എഴുത്തിൻ്റെ വേദിയിലും എനിക്ക് എൻ്റെ ചിത്രങ്ങളെക്കുറിച്ചും നിറങ്ങളെക്കുറിച്ചും പറയാനൊരു അവസരം തന്നതിന് ഞാൻ രാകേഷിനോട് നന്ദി പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചിത്രകാരിയായും എഴുത്തുകാരിയായിട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. രണ്ട് മേഖല ഒരുപോലെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇനി ഞാൻ അഖിലിനോട് ചോദ്യം ചോദിക്കാം. ഇപ്പം റാം കെയർ ഓഫ് ആനന്ദിയിൽ ഒരു വ്യത്യസ്തമായ ഒരു ഭൂമികയിലേക്കാണ് നോവൽ ഒരു ഘട്ടം കഴിഞ്ഞ് പ്രവേശിക്കുന്നത്. ശ്രീലങ്കയിലെ പ്രശ്നങ്ങൾ, മുനമ്പത്തെ മനുഷ്യക്കടത്ത്, അതൊക്കെ പെട്ടെന്ന് മലയാളി വായനക്കാർക്കും മലയാള സാഹിത്യത്തിന് അപരിചിതമായ മേഖലകളാണ് അതൊക്കെ. തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാടെങ്കിൽ പോലും നമ്മുടെ മലയാള സാഹിത്യത്തിൽ അങ്ങനെ ഒരുപാട് നോവലുകളുടെ കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ല. എങ്ങനെ അതിനൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു? അതിനുവേണ്ടി ബോധപൂർവ്വം നടത്തിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു പഠിക്കാൻ? സത്യം പറഞ്ഞാൽ നോവലിലെ വലിയൊരു ട്വിസ്റ്റാണ് വെളിപ്പെടുത്തിയത്. വായിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനപ്പോൾ എന്ത് പറയാനാണ് അതിനെ പറ്റിയിട്ട്? എന്നാലും പറയാം. നോവല് എഴുതുന്ന സമയത്ത് സ്ഥിരം ഞാൻ ആ സംഭവം നടന്ന സ്ഥലത്തായിരുന്നു. അത് പറയുന്നില്ല, എക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആ സ്ഥലത്ത് പോയിട്ട് ആൾക്കാരെ കാണും, സംസാരിക്കും. പിന്നെ വൈയിലേക്ക് പോയിട്ടുള്ള ആൾക്കാരെ കാണും പോയിട്ട് അവിടെ നിന്നിട്ട്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് DC കൊടുത്തു. DC കൊടുത്തപ്പോൾ ഇതിങ്ങനെ എഡിറ്റർ വായിച്ചിട്ട് എനിക്ക് ചോദിച്ചു, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു, ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ആ വൈയിലേക്ക് പോയ ആൾക്കാരെയൊക്കെ ഞാൻ പോയി കണ്ടു, സംസാരിച്ചു. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഇതൊക്കെ എഴുതി വെച്ച് നിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഇതൊക്കെ എഴുതി വെച്ച ഒരാൾ ഇപ്പോഴും ചെയ്യില്ല, എഴുത്തുകാരനാന്ന് പറഞ്ഞു. അടുത്തിടെ കണ്ട് റിലീസായെന്ന് തോന്നുന്നു പുള്ളി. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ശരി, അതൊക്കെ നമുക്ക് പയ്യെ വെട്ടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 70 പേജ് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഉള്ള റാം കെയർ ഓഫ് ആനന്ദി. പിന്നെ ശ്രീലങ്ക പറഞ്ഞു. ശ്രീലങ്കൻ ഇഷ്യൂസ് എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ വിളിക്കാറുണ്ട്. ഞാനിതുവരെ അവിടെ പോയിട്ടില്ല. ഇനിയിപ്പോൾ അത് ഇംഗ്ലീഷിൽ ഇപ്പോൾ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം ഇറങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇറങ്ങി, അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വൈകാതെ എന്നെ ശ്രീലങ്കയിലേക്ക് കയറ്റത്തില്ലെന്ന് എനിക്കറിയാം, അത് ഇംഗ്ലീഷിൽ വന്നതുകൊണ്ട്. അപ്പോൾ അതിന് മുൻപ് അവിടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് അവിടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു. പിന്നെ അവിടെ നടന്നിട്ടുള്ള യുദ്ധത്തെ പറ്റിയിട്ട്, അത് ഭയങ്കര ഒരു ബ്രൂട്ടലി നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അവിടെ. ഞാൻ ഒരിക്കലും യുദ്ധത്തെ പറ്റിയല്ല എഴുതിയത്. നമ്മൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അത് ബാധിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് സ്ത്രീകളെയും കുട്ടികളെയാണ്. ശ്രീലങ്കയിൽ ചില സമയങ്ങളിൽ രാത്രി കൊണ്ടുവന്ന് തമിഴന്മാർ വംശജർ താമസിക്കുന്ന അവിടെ കൊണ്ടുവന്ന് ഷെല്ലിടും. അപ്പോൾ സ്ത്രീകളും കുട്ടികളും പേടിച്ച് ഓടുന്ന സമയത്ത് അവിടെയുള്ള പൊന്തക്കാട്ടിലൊക്കെ കുറേ യുവാക്കൾ ഒളിച്ചിരിക്കും. കാരണം എന്താണെന്ന് അറിയിട്ട് ഇവർ ഓടി വരുമെന്നറിയാം. എന്നിട്ട് ഈ വരുന്ന ആൾക്കാരെ ബ്രൂട്ടലി റേപ്പ് ചെയ്യും. അവരുടെ ഇഷ്ടത്തിന് അവർ യൂസ് ചെയ്യാം. മനുഷ്യരെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ഇവരെ കിട്ടും. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ സിസ്റ്ററിനെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊന്നതാണ്. അവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതൊരു ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് കൊന്നത്. അത് വായിച്ചവർക്കറിയാം. ആനന്ദിയുടെ അമ്മയുടെ ഒരു പോർഷൻ പറയുന്നുണ്ട്. അത് ഞാൻ അതേപോലെ എഴുതി വെച്ചത് അമ്മയുടെ ആ ഒരു ഇതിലാണ് എഴുതി വെച്ചത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനുഷ്യരല്ലേ, നമ്മളിങ്ങനെ ഇരുന്നിട്ട്, ഞാനാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ മതി, ഞാൻ ഭയങ്കര ഇമോഷണലാവും. ചിലപ്പോൾ റീൽസിലൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റായിരിക്കും കുത്തിയിരുന്ന് കരയും ഞാൻ. അത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അത് അത്രയും ഉണ്ടല്ലോ എന്ന്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇവനോട് ഇരുന്നിട്ട് ഓരോന്ന് ചോദിക്കും. പിന്നെ അവൻ തിരിച്ച് ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞ് ഇവനെ വിളിക്കും, സംസാരിക്കും. അപ്പോൾ അങ്ങനെ കൃത്യമായ സ്റ്റഡി നടത്തി അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രോസ് ചെക്ക് ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. പക്ഷെ നല്ല രസമാണ്. എന്താണെന്നറിയാമോ, നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്തിട്ട് ഇത് എഴുതുന്നത് ഭയങ്കര രസമാണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര രസമാണ്. നമ്മൾ ഓരോ ആൾക്കാരോട് റെഫറൻസ് എടുക്കുക, പത്രങ്ങൾ എടുക്കുക. നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെ കണക്ക് നമ്മൾ നടക്കും. മനോരമയിൽ വിളിക്കും, മാതൃഭൂമിയിൽ വിളിക്കും, ഇന്ന ഡേറ്റിലുള്ള പത്രം കിട്ടുമോ എന്ന് ചോദിക്കും. കുറേ ആൾക്കാരെ പരിചയപ്പെടും. അതെനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അതിൻ്റെ ഒരു സംഭവങ്ങളാണ് അതിൻ്റെ ക്ലൈമാക്സിൽ ഉള്ളത്. ട്വിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. താങ്ക് യു. ഈ മണിച്ചിത്രത്താഴിലെ ട്വിസ്റ്റ് അറിയാത്ത മലയാളികളില്ല. അതിൽ ദൃശ്യം സിനിമയിൽ ട്വിസ്റ്റ് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ സിനിമയിലെ ഈ നോവലിലെ ട്വിസ്റ്റും ആളുകൾക്ക് എന്തായാലും അറിയാം. അപ്പം ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ട്വിസ്റ്റ് അറിഞ്ഞാൽ പോലും ആളുകൾ വായിക്കാതിരിക്കില്ല. അപ്പോൾ അത്തരം പേടികളൊന്നും അഖിലിന് വേണ്ട. അടുത്ത ചോദ്യം നിമ്നയോട് ചോദിക്കാം. അപ്പം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്
ഈ ടോക്സിക് റിലേഷൻഷിപ്പുകളെ പറ്റി അതിഥി പറയുന്നുണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്മാറണം, അത് നമ്മൾ ധൈര്യപൂർവ്വം ഒരു നിലപാടെടുക്കണം, ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്ന് അതിഥി ദേവുവിനോട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഒരുപാട് പെൺകുട്ടികൾക്ക് വലിയൊരു ബൂസ്റ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പെൺകുട്ടികൾ അത് വിശുദ്ധ പുസ്തകമായി കാണുന്നത് ഞാൻ കരുതുന്നു. സത്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഈ നോവലിൽ അക്കാര്യം പറയണം തോന്നാൻ കാരണം എന്തുകൊണ്ടാണ്? ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരിക. ബുക്ക് വായിച്ചു, ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു, അതിത് ഞാൻ തന്നെയാണെന്ന് തോന്നി, ദേവു ഞാനാണ്, അല്ലെങ്കിൽ ആൻറ്റി എനിക്ക് ഭയങ്കര ഫെമിലിയർ ആണ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ടെയിലൻ്റ് പോലെ ചോദിക്കും, ഇത് ചേച്ചിയുടെ കഥയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങളുടെ കഥയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണ്, പിന്നെ എങ്ങനെയാണ് ഇത് എൻ്റെ മാത്രം കഥയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഇമോഷൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ നമ്മളത് പങ്കുവെക്കുന്ന ആളുകൾ ഡിഫറെൻ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു പ്രണയ സീൻ കാണുമ്പോൾ നമുക്ക് നാണം വരുന്നതും, അല്ലെങ്കിൽ ഒരു ഇമോഷൻ സാധനം വരുമ്പോൾ നമ്മൾ കരയുന്നതൊക്കെ. അപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ വർഷം ഒരു പകുതിയോടെ ഒരു പയ്യൻ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ ഗേൾ ഫ്രണ്ടിന് ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ചേച്ചിയുടെ ആദ്യത്തെ ബുക്ക് വായിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സൈൻഡ് കോപ്പി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പബ്ലിക്കേഷൻ എടുത്ത് വിളിച്ച് പറഞ്ഞു, ഒരു സൈൻഡ് കോപ്പി അവൻ അയച്ചു കൊടുത്തു. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച വന്നിട്ട് എനിക്കിൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ എന്തേ, ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താടാ പറ്റിയത്? അല്ല, ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഭയങ്കര ടോക്സിക്, അതുകൊണ്ട് ഇത് മുന്നോട്ട് പോയില്ല എന്ന്. ഞാൻ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് എന്ത് പറയണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ല ചേച്ചി ഒന്നും പറ, ഞാൻ ടോക്സിക് അല്ല, ചേച്ചി എഴുതിയൊന്നും ശരിയല്ല, അത് വെറും പുസ്തകമാണെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ അതൊക്കെ അയച്ചോ. അപ്പോൾ ഇതിപ്പോൾ തലയിലായല്ലോ. അപ്പോൾ ഞാൻ മെസ്സേജ് ചോദിച്ചു, എന്താടാ പ്രശ്നം, എന്താ ഇങ്ങനെ പറയുന്നു, ബുക്കുകാരനും ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറയണു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അതിൽ എഴുതിയതൊക്കെ കറക്റ്റാണ്, അവൻ എന്നെ വേറൊരാളടുത്ത് സംസാരിക്കാൻ വിടില്ല, അവൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് വേണം, ഇൻസ്റ്റയുടെ പാസ്വേഡ് വേണം, ഞാനിടുന്ന ഡ്രസ്സിൽ അവൻ അഭിപ്രായമുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ അറ്റാച്ച്ഡ് ആവുന്ന അവന് ഇഷ്ടമില്ല, അപ്പോൾ ഇതൊക്കെ ടോക്സിക് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടോക്സിക് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആൺകുട്ടികളെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർ ആ രീതിയിലാണ് ട്രെയിൻഡ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ മുന്നേ ഉള്ള തലമുറ എങ്ങനെയാണ് റിലേഷൻഷിപ്പിനെ ട്രീറ്റ് ചെയ്യുന്നത്, അത് കണ്ടിട്ടാണ് നമ്മളും വളരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നിൻ്റെ ജനറേഷൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്യാൻ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മളെടുത്ത് ഇത്രയും കാലം പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടികളായാലും ഇങ്ങനെയൊക്കെ വേണം, അല്ലെങ്കിൽ ആൺകുട്ടികൾ കരയാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പഠിച്ച കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ല എന്ന് പറഞ്ഞ് അൺലേൺ ചെയ്യാനുള്ളൊരു ആ ഒരു ധൈര്യം ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അത് ടോക്സിക് ആണെന്ന് മനസ്സിലാവുന്ന സമയത്ത് അവർ പോലും അറിയാതെ ചെയ്യുന്ന ആക്ഷൻസ് ആണെങ്കിൽ ഇരുന്ന് സംസാരിച്ചത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടെ ഉണ്ടാവുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്നലെ രാത്രി എൻ്റെ ഇൻബോക്സിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്, ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ആൺകുട്ടി ഭർത്താവ് കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി മരിച്ചൊരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഒരു കുട്ടി മെസ്സേജിൽ പറയാണ്, ഈ ന്യൂസ് കണ്ടായിരുന്നു ചേച്ചി, ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളിത് മരിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ബുക്ക് ഞാൻ അവൾക്ക് വായിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അവളിത് ചെയ്യില്ലായിരുന്നല്ലോ എന്നൊരു തോട്ട് എനിക്കുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരാൾ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പൂർണ്ണമാവുന്നെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഇപ്പം ഞാനിപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പണ്ടൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. സ്ലീവ്ലെസ് ഇടാൻ പാടില്ല, എവിടെ പോകണമെങ്കിലും പറയും കല്യാണം കഴിഞ്ഞിട്ട് പോയിക്കോ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ചെറിയ തുണിയൊക്കെ ഇട്ട് നടക്കുമ്പോൾ അമ്മ ചോദിക്കും, നിനക്ക് നാണമില്ലേ, നീ ഇതൊക്കെ ഇട്ട് എവിടെയാണ് പോകുന്നത്? ഞാൻ എൻ്റെ ഭർത്താവിന് കുഴപ്പമില്ലല്ലോ, അമ്മ അങ്ങനെയാണല്ലോ പണ്ട് പറഞ്ഞിട്ടുള്ളത്, പണ്ടും ഞാനത് കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ നിന്ന് എന്തുകൊണ്ട് ആളുകൾ പുറത്തു വരുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പം നമ്മൾ ഈ ന്യൂസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ കുട്ടി ഇത്രയും എന്തിനാണ് അനുഭവിക്കുന്നത്, അവൾക്ക് പുറത്ത് വന്നൂടെ, അവൾക്കിത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ എന്തുകൊണ്ട് ഇറങ്ങി വന്നൂടാന്ന് ചോദിക്കും. പക്ഷേ ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ വളരെ മാനിപ്പുലേറ്റീവ് ആയിരിക്കുന്ന കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് ഇതാണ് എല്ലാം എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് എടുത്ത് കളയും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് വന്നിട്ട് സോറി പറയും, ഇനി അത് ഉണ്ടാവില്ല എന്ന് ആവർത്തിക്കും. അങ്ങനെ നമ്മൾ ക്ഷമിച്ച് അവസാനം അതിൻ്റെ ഒരു എക്സ്ട്രീം പോയിന്റ് എത്തുന്ന സമയത്താണ് ആളുകൾ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ നോക്കുന്നതും അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ ഒരു ടെൻഡൻസി വരുന്നത്. അപ്പം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കയറി പോകാനുള്ള അതേ ഫ്രീഡം ഇറങ്ങി വരാനും കൂടെ ഉള്ളതായിരിക്കണം. അതൊരിക്കലും ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലുള്ള കടന്നുകയറ്റം ആവാനും പാടില്ല
പാടില്ല എന്നുള്ളത് കൂടെ നമ്മൾ പറഞ്ഞു വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ദേവു എന്നുള്ളൊരു ക്യാരക്ടറിനെ ഞാൻ അവിടെ പ്ലേസ് ചെയ്തത്. അപ്പോൾ ഇത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റിയെന്ന് ചോദിക്കുമ്പം ഞാനും ഇതുപോലുള്ള റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ബോയ് ഫ്രണ്ട് പറയുന്നതിനപ്പുറം ഒരു വരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ ജീവിച്ചിട്ടുള്ള ഒരു എന്നെ എനിക്കറിയാം. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും, ഞാൻ എങ്ങനെ സഹിച്ചു ആ ദിവസം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കോളേജിൽ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ കോളേജിൽ ആർക്കും നിന്നെ ഇഷ്ടമില്ലാതായിരുന്നു. അപ്പം ഞാനും അത് വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കോളേജ് ഇലക്ഷന് മത്സരിച്ച സമയത്ത് 180 കുട്ടികളുള്ള കോളേജിൽ എനിക്ക് ആകെ കിട്ടിയത് 3 വോട്ടാണ്. ഓക്കെ, അത് ഒരു വോട്ട് ചെയ്തത് ഞാനാണ്, വേറൊരു വോട്ട് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇന്നും ഞാൻ ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, അജ്ഞാതനായിട്ടുള്ള ഒരു വ്യക്തി, ആ 3ാമത്തെ വോട്ട് ചെയ്തത് ആരാണ്, അത് ആരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ വെക്കും. അങ്ങനെ എക്സാമ്പിൾസ് വെച്ചിട്ട് കണ്ടോ നിനക്ക് ഇലക്ഷന് വോട്ട് കിട്ടിയോ, നിന്നോട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ, കാരണം നിന്നെ ആർക്കും ഇഷ്ടമില്ല. അപ്പം നമ്മളത് വിശ്വസിക്കും, ശരിയാണ്, അപ്പോൾ നിനക്ക് ഞാനേ ഉള്ളൂ, എൻ്റെ കൂടെ മാത്രമേ നിനക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ആളുകൾ ചുറ്റുമുണ്ടായിട്ടും നമ്മുടെ ലോകം ഒരാളിലോട്ട് മാത്രം ഒതുങ്ങിപ്പോവും. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പുറത്തൊക്കെ പോയിട്ടുള്ള വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, എന്നെ പിക്ക് ചെയ്യുന്ന പറയുമ്പോൾ വിളിക്കാൻ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യവും തുറന്നു പറയാൻ നിങ്ങളെക്കാളും പ്രായത്തിൽ മുതിർന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവണം. ഒരു മനുഷ്യന് ഒരിക്കലും ഒരിടം മാത്രം പോരാ, അവന് മനസ്സ് തുറക്കാനും അല്ലെങ്കിൽ സൗഹൃദങ്ങളായിട്ടും ഒരുപാട് ഇടങ്ങൾ ആവശ്യമുണ്ട്. ആ ഇടങ്ങൾ ഇല്ലാതാവുന്നതാണ് ആളുകൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോകുന്നതെന്ന്. അപ്പോൾ ഈ ബുക്കിൽ ഞാനത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ബ്രേക്കപ്പ് സ്റ്റോറീസ് വന്നിട്ടുണ്ട്. ഞാനതിൽ ഇടപെട്ടില്ല, കാരണം ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ആ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഒരുപാട് ആൺകുട്ടികൾക്കും അവർ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു ബോധം ഈ ബുക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആൺകുട്ടി അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ ബുക്കിലെ ദേവുവിൻ്റെ ക്യാരക്ടർ അമൽ ഞാനാണ്, അമലിനെ പോലെ തന്നെയായിരുന്നു ഞാൻ കുറച്ചെങ്കിലും മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൾ എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നുള്ളൂ എന്നുള്ളൊരു റിയലൈസേഷനും ആൺകുട്ടികൾക്കുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ വിശുദ്ധ പെൺകുട്ടികളുടെ വിശുദ്ധ ബൈബിളായിട്ടൊക്കെ ഇത് കൊണ്ടു നടക്കുന്നതിൽ എനിക്കും ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. ജിസ്മ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ ഈ അഖിലും നിന്നൊക്കെ തുടങ്ങി വെച്ച ഒരു ട്രെൻഡ് ഉണ്ട്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ഫേസ്ബുക്കിൽ സ്റ്റോറിയൊക്കെ ചെയ്ത് പുസ്തകങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ചോദിക്കാന്നുള്ളത്, റീൽസും ഇതുകൊണ്ട് മാത്രം റീച്ച് കൊണ്ട് മാത്രം പുസ്തകം വിറ്റ് പോവോ, അതില്ലെങ്കിൽ പുസ്തകം നിൽക്കൂലേ? ഞാൻ ചോദിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഇല്ലെങ്കിൽ പുസ്തകം നിലനിൽക്കുമോ, ആൾക്കാർ വായിക്കില്ല? അങ്ങനെ ഒരു സംശയം, ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടോ എഴുത്തുകാർക്ക്? നമ്മൾ ഈ ഇരിക്കുന്ന വേദി കാഫസ്റ്റിൻ്റെ 6th എഡിഷനാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് വന്ന ഈ റീൽസും ട്രെൻഡ്സും ഇൻസ്റ്റഗ്രാമും കൊണ്ടല്ല സാഹിത്യം വളർന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. കാലങ്ങളായിട്ട് പുസ്തകങ്ങൾ വായിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും നിരൂപണങ്ങൾ ചെയ്യുകയും ആസ്വാദനക്കുറിപ്പുകൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ. ഈ വളരെ അടുത്ത കാലത്താണ് ട്രെൻഡ്സും റീൽസും ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മറ്റൊരു വശം പറയേണ്ടത്, ഇത് വളരെ സിമ്പിളായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നു, നമ്മൾക്കിതിനെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ റീൽസ് കൊണ്ടും മറ്റുള്ള ഈ പറഞ്ഞ സ്റ്റോറി കൊണ്ടൊക്കെ ആളുകൾ വായിച്ച പുസ്തകങ്ങൾ നമ്മൾ അറിയുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് എല്ലാവരും പോകുന്ന ഇടങ്ങളും കാണുന്ന സ്ഥലങ്ങളും ഉടുക്കുന്ന വസ്ത്രങ്ങളും എല്ലാം തന്നെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. വായിച്ചൊരു പുസ്തകത്തെക്കുറിച്ച് അവരത് ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ഇത്തിരി സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു തോന്നൽ. ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു. ഈ കാലത്ത് എല്ലാതും മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അക്കൂട്ടത്തിൽ പബ്ലിഷേഴ്സിൻ്റെ പുസ്തകങ്ങളും മാർക്കറ്റ് ചെയ്യുന്നു. ഇതിനെ ഇന്ന പുസ്തകം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു പരിചയപ്പെടുത്തലാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ്. വേണമെങ്കിൽ വാങ്ങാം, വേണമെങ്കിൽ വായിക്കാം, അത്ര മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ. എൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ അസ്വസ്ഥതപ്പെടാനൊന്നുമില്ല. പുസ്തകങ്ങൾ വായിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്, അത് ഇഷ്ടമുള്ളവർ വായിക്കട്ടെ. ഇപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ട്രെയിനിലിരുന്നിട്ട് എനിക്കൊരു മെസ്സേജ് വന്നത്, ഈ പുസ്തകം ഞാൻ മാറ്റി വെച്ചതിൽ ഞാൻ ഖേദപ്പെടുന്നു, ഇത്രയും വൈകിപ്പോയി, വായിക്കാൻ വൈകിപ്പോയി എന്നതിൽ എനിക്ക് വിഷമമുണ്ട്, നല്ല പുസ്തകമാണ് എന്ന് പറഞ്ഞു. കാരണം ആ വ്യക്തി റീൽസ് ഒരുപാട് വന്ന പുസ്തകങ്ങൾ വായിക്കില്ല എന്നൊരു തീരുമാനം എടുത്തു. അപ്പോൾ നമ്മൾ കാണുന്നത് പുസ്തകം ഒരുപാട് റീൽസ് കണ്ട് ആളുകൾ വായിക്കുന്നു എന്നുള്ള ഒരു വശമേ നിങ്ങൾ കാണുന്നുള്ളൂ. മറുവശത്ത് റീൽസ് ചെയ്ത പുസ്തകങ്ങൾ വായിക്കുന്നില്ല എന്ന് തീരുമാനം എടുക്കുന്ന ഒരു കാറ്റഗറി ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച്
ട്രെൻഡ് എന്നുള്ളൊരു വാക്ക്, ഇപ്പം എൻ്റെ പുസ്തകം കൂടുതൽ വിറ്റ് പോകുമ്പോൾ എനിക്കതിൽ സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായി തുടങ്ങി. അല്ലെങ്കിൽ എൻ്റെ പുസ്തകം ഒരു റീലിൽ 2 നല്ല സാഹിത്യം, നല്ല സാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ സീനിയർ ഓതേഴ്സ് അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള സാഹിത്യത്തിലായിരുന്നു, ലൈറ്റ് റീഡിങ് അല്ലാത്ത പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പത്രത്തിൽ 2 പുസ്തകങ്ങളെ കൂടെ എൻ്റെ പുസ്തകം കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുകയും ട്രെൻഡ് സെറ്റിൽപ്പെട്ട 2 പുസ്തകങ്ങൾക്കൊപ്പം എൻ്റെ പുസ്തകം കാണുമ്പോൾ വേദനിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ട്രെൻഡ് എന്നുള്ള വാക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ട്രെൻഡിനെ സമൂഹത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഇത്രയും നിറഞ്ഞ സദസ്സുണ്ട്, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു മഹാഭൂരിപക്ഷം ആളുകൾ ഇപ്പോഴും വായനയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ആളുകൾ വായനയിലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ജനപ്രിയ നോവലുകളായിരിക്കും. ഈ കൊമേഴ്ഷ്യൽ സിനിമ ഹിറ്റാവുന്നൊക്കെ പോലെ ജനപ്രിയ നോവലുകൾ ഒരുപാട് വിറ്റഴിക്കപ്പെടും. അതവിടെ സാഹിത്യം ഇല്ലാതാവുന്നതല്ല. നമ്മുടെ ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ ഒരു 5 or 10 പേരാണ് സീരിയസ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്നത്. ബാക്കി 40 പേരും ഇച്ചിരി ലൈറ്റ് റീഡിങ്ങിനൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ്. അപ്പോൾ ഒരുപാട് മനുഷ്യർ ഈ വായനയിലേക്ക് വരുമ്പോൾ അവരവിടെ ചൂസ് ചെയ്യുന്നത് ലൈറ്റ് റീഡിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്, കൂടുതൽ വിറ്റ് പോകുന്നത് അത്തരത്തിലുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ അവരും വായിക്കുന്നുണ്ട് എന്നുള്ള വളരെ വളരെ ലഘുവായിട്ട് അതിനെ കാണേണ്ട ആവശ്യമേ ഉള്ളൂ. ഈ ഒരു റീല് കണ്ട് ഇപ്പോൾ നിമ്നയുടെയും അഖിലിൻ്റെയും ഒക്കെ റീല് എല്ലാ പേജിലും വരുന്നതാണ്. അതായത് പുസ്തകം വായിക്കാത്തവർ ഇൻസ്റ്റഗ്രാമിലടക്കം ആ റീൽസ് കയറി വരും. അപ്പോൾ അവരൊരു കൗതുകത്തിൻ്റെ പേരിൽ ആ പുസ്തകം വാങ്ങിയിട്ട് ചിലപ്പോൾ ആ പുസ്തകം പകുതി വെച്ച് നിർത്താം, അല്ലെങ്കിൽ മുഴുവനാക്കാം. രണ്ടാമത്തെ ഒരു പുസ്തകത്തിലേക്ക് പോകണമെന്ന് പോലും ഇല്ല. പക്ഷേ അങ്ങനെ ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ അവർ കൊഴിയുകയും അവിടെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും സാഹിത്യത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് കായലൊക്കെ വരുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ തന്നെയുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പേരെങ്കിലും ഇങ്ങോട്ട് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കിതിൽ വെച്ചുകൂടെ? മറ്റുള്ളവർ വായിക്കുകയോ വായിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ, എൻ്റെ വാട്സപ്പ് ഞാൻ അധികം ഉപയോഗിക്കില്ല, അതെൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള കുടുംബത്തിലുള്ള റിലേറ്റീവ്സോ എൻ്റെ സിബ്ലിങ്സോ പാരൻസോ ഒക്കെയാണുള്ളത്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ ഒക്കെ വാൾപേപ്പറിൽ ഞാൻ കാണുന്ന കോട്ട്സ് നമ്മുടെ എഴുത്തുകാരുടെ കോട്ട്സാണിപ്പോൾ. ആ കോട്ട്സ് ആരാണ് എഴുതിയതെന്ന് അവർക്ക് അറിയണമെന്നില്ല, അത് ഏത് പുസ്തകത്തിലേതാണെന്ന് അവർക്ക് അറിയണമെന്നില്ല. പക്ഷെ അവർ ആ കോട്ട്സ് കാണുമ്പോൾ അത് അവരുടെ ആ നേരത്തെ ഇമോഷനുമായി അറ്റാച്ച് ചെയ്തിട്ട് അത് അവരെടുത്ത് സ്റ്റോറി ആക്കുക അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുകയോ ചെയ്യുകയാണ്. അവിടെ നമ്മൾ ചിന്തിക്കുന്നത് പുസ്തകമോ എഴുത്തുകാരെ അറിയാതെ പോലും ആ വരികൾ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. ആ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ആ വരി ചിലപ്പോൾ അത്ര ഉൾക്കൊണ്ടിട്ടുണ്ടാവണമെന്നില്ല, പക്ഷെ എൻ്റെ ഉമ്മ പുസ്തകമോ ആ എഴുത്തുകാരെയോ അറിയാതെ ആ വരി അത്രമേൽ ഡെപ്തിൽ ഉൾക്കൊണ്ടിട്ടാണ് ആ സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു എല്ലാത്തിനും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ചിന്തിക്കേണ്ടതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ്. ആളുകൾ ആ വരികൾ ആഘോഷിക്കുന്നു, ആളുകൾ പുസ്തകങ്ങളെ ആഘോഷിക്കുന്നു, കുറച്ച് ആളുകളെങ്കിലും വായനയിലേക്ക് വരുന്നു, അതിൽ കുറച്ച് പേരെങ്കിലും സ്ഥിരമായ വായനയിലേക്ക് ചേക്കേറുന്നു. ഇപ്പം എൻ്റെ പുസ്തകമോ അല്ലെങ്കിൽ നിമ്നയുടെ പുസ്തകമോ അഖിലിൻ്റെ പുസ്തകമോ വായിച്ചതിന് ശേഷം 2ാമതും 3ാമതും ഒക്കെ ചൂസ് ചെയ്യുന്ന പുസ്തകങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല കഷ്ടപ്പെട്ട് വായിച്ച പുസ്തകങ്ങളാണ്. വായിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അതിനുള്ള റിവ്യൂ, അസാധ്യമായ റിവ്യൂ ആണ് ഈ വ്യക്തികൾ ഇടുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ വായന എന്ന അവരുള്ളിലുള്ള കഴിവിനെ അവർക്ക് പുറത്ത് കാണിക്കാൻ കഴിയാതെ പോയ അവസ്ഥയായിരിക്കും അവർക്ക്. അപ്പോൾ ഇങ്ങനെ റീല് കാണുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവരുടെ ഉള്ളിലൊരു വായനക്കാരുണ്ടെന്ന് അവർ തിരിച്ചറിയുകയും, ഇന്ന് എൻ്റെ പുസ്തകം മാത്രം വായിച്ചുള്ളൊരു കുട്ടി ഇന്ന് വന്നിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോയത് 8 പുസ്തകമാണ്. അതിലെൻ്റെ 2ാമത്തെ പുസ്തകം ഉണ്ടായിരുന്നു, അത് സൈൻ ചെയ്യാൻ ആ കവറിൽ നിന്ന് എടുക്കുമ്പോൾ 8 പുസ്തകങ്ങൾ ആ കവറിലുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് വായിക്കാൻ ഇഷ്ടമുണ്ട്, ആ കുട്ടി അറിഞ്ഞിരുന്നില്ല അത്. അപ്പോൾ അവർ ഒരു ഒഴുക്കിനിരുന്ന് ഇൻസ്റ്റഗ്രാമിൽ പലതും കാണുമ്പോൾ ഒരു റീല് കാണുകയും അതിൻ്റെ ക്യാപ്ഷൻസ് കാണുകയും ചെയ്യും, പുസ്തകം എടുത്ത് വായിക്കുന്നു. അപ്പോൾ ഈ ട്രെൻഡെന്നും ഈ റീൽസെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നത് എന്തിനാണെന്നാണ്. അവർ വായിക്കട്ടെ, വായിക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുക. അതിൽ നിന്ന് കുറച്ച് പേരെങ്കിലും മലയാള സാഹിത്യത്തിൻ്റെ നല്ല കൃതികളിലേക്ക് തേടി വരും. ഇത് മോശം കൃതിയായിട്ട് പറയുന്നതല്ല, പക്ഷേ എന്തൊക്കെയാണെങ്കിലും എഴുത്തിന് തലങ്ങളുണ്ട്. തീർച്ചയായിട്ടും എഴുത്തിനും വായനയ്ക്കും തലങ്ങളുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഓതേഴ്സിൻ്റെ കൃതികളിലേക്ക് ഞാൻ എത്തിപ്പെടണമെങ്കിൽ ഞാൻ ഒരുപാട് സഞ്ചരിക്കണം, ഞാൻ ഒരുപാട് വായിക്കണം. അപ്പോൾ ആ എഴുത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തുവാനുള്ള ആദ്യ പടിയായിട്ട് ഈ പുസ്തകങ്ങളൊക്കെ ഇരിക്കട്ടെ, അതിൽ നിന്നും അടുത്ത പടിയിലേക്ക് അവർ കയറട്ടെ. അതിനുള്ളൊരു അവസരം കൊടുക്കുക, ആരെയും നിരുത്സാഹപ്പെടുത്താതിരിക്കുക. ഈ ട്രെൻഡ് എന്നുള്ള വാക്ക്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൈങ്കിളി എന്നുള്ള വാക്ക് ഇല്ലായ്മ ചെയ്യേണ്ട കാലമായി. കാരണം നമ്മളെല്ലാവരും പൈങ്കിളി പ്രണയത്തിൽ അകപ്പെട്ടിട്ടും ഞാൻ പൈങ്കിളിയല്ല എന്ന് പറയാനുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. അത് തന്നെ ട്രെൻഡ് പുസ്തകങ്ങളെ വായിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ഞാനത് വായിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ എൻ്റെ പുസ്തകം ഇറക്കുന്ന സമയത്ത് 2000 ഫോളോവേഴ്സ് എനിക്ക് തികഞ്ഞിട്ടില്ല.
ആ സമയത്ത്. പക്ഷെ ഞാൻ എൻ്റെ ഫോട്ടോസ് ഇട്ട് എന്തെങ്കിലും ഒരു അടിക്കുറിപ്പൊക്കെ എഴുതി ഇടാറുണ്ട്. പക്ഷേ അതിൽ നിന്നും ഇന്നും എനിക്ക് ആകെയുള്ളത് 6000 സംതിങ് ഫോളോവേഴ്സാണ്. ഇത് ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയില്ല. ഞാനൊരു പുസ്തകം എഴുതി ഒരു ഘട്ടത്തിൽ അത് പബ്ലിഷേഴ്സിന് കൊടുക്കുന്നു, അത് പബ്ലിഷ് ആവുന്നു. ഇത് മുന്നോട്ട് വരാൻ എനിക്കൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു. പബ്ലിഷേഴ്സ് ഇതിന് വേണ്ടിയൊന്നും ചെയ്തില്ല. കാരണം ആ സമയം ആയപ്പോഴേക്കും ഈ ഒരു ട്രെൻഡ് എന്നുള്ള സാധനം കത്തിപ്പടർന്നു കഴിഞ്ഞു. അപ്പോൾ മറ്റുള്ള പുസ്തകങ്ങൾക്ക് മേലെ പുതിയ പുസ്തകങ്ങൾ വരരുത് എന്നുള്ളൊരു സമ്മർദ്ദം പബ്ലിഷേഴ്സിനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൊളാബ് പോലും സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ എൻ്റെ പുസ്തകം ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോഴും ഇവിടെ ഏറ്റവും മേലെ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട്. അവരിൽ പലരും എൻ്റെ പുസ്തകം തൊട്ടിട്ടില്ല. പക്ഷെ പുസ്തകം പോകുന്നുണ്ട്. പുസ്തകത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇല്ലാതെ പുസ്തകം നിലനിൽക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാരുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഇമോഷൻസിനെ ടച്ച് ചെയ്യുമ്പോഴാണ്, പിന്നെ അവർക്ക് വായിച്ചെടുക്കാനും കുറച്ച് പ്രയാസമാണല്ലോ. അപ്പോൾ അവർ വായിച്ചെടുക്കുമ്പോൾ അവരെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പുസ്തകം നിലനിൽക്കും. ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സാഹിത്യം നിലനിന്നതെന്നുള്ളൊരു കോൺസെപ്റ്റും വേണ്ട. പക്ഷെ അവരും ഇരിക്കട്ടെ, കാരണം പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ഇനിയും ഒരുപാട് പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനും ആളുകളിലേക്ക് എത്തിക്കാനും അവരും കൂടെ ഇതിൽ ജോയിൻ ചെയ്യട്ടെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പുസ്തകം പരിചയപ്പെടുത്തലും നിരൂപണവും രണ്ടും രണ്ട് തന്നെയാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിരൂപണവും പുസ്തകം പരിചയപ്പെടുത്തലും രണ്ടും രണ്ട് തന്നെയാണ്. അത് ഒന്ന് ഉൾക്കൊള്ളലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്ന് പറയലും മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം വായിച്ചവരുടെ ആഘോഷങ്ങളാണ്. റീൽസ് എന്ന് പറയുന്നത് വായിച്ചവരുടെ ആഘോഷങ്ങളാണ്. അഖിലിനോട് ചോദ്യം കൂടി. റാം കെയർ ഓഫ് ആനന്ദിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം മല്ലിയാണെന്ന് അഖിലൊരു ഇൻ്റർവ്യൂ പറഞ്ഞാൽ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? ഈ ട്രാൻസ് സമൂഹത്തിൽ പരിചയമുള്ളൊരു വ്യക്തിയാണോ എന്നുള്ളത് ഇൻസ്പിറേഷൻ? ചെന്നൈയിലുള്ള സമയത്ത് ഞാൻ ആദ്യമായിട്ട് കോളേജിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ഫ്ലാറ്റിൽ അയ്യപ്പന്തങ്ങൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടുന്ന് ഞാൻ ഗിണ്ടി എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നുങ്കമ്പാക്കത്തേക്ക് പോകണം. അവിടെ എൻ്റെ കോളേജ്. അപ്പോൾ ആലപ്പുഴയിൽ മാത്രം ജീവിച്ച ഒരാൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ അങ്ങനെ കണ്ട് പരിചയമില്ല. ഒരു ഗ്രാമപ്രദേശമാണ് എൻ്റെത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഭയങ്കര തിരക്കാണ്. രാവിലെ ചെന്നൈയിൽ പോയവർക്ക് മനസ്സിലാവും, ഈ ഷട്ടിൽ ട്രെയിനിൻ്റെ അകത്ത് ഭയങ്കര തിരക്കാണ്, ഇടിച്ച് കയറണം നമ്മൾ. അപ്പം ഞാനിങ്ങനെ തൂങ്ങി നിൽക്കുന്ന സമയത്ത് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി എൻ്റെ വന്നിട്ട് കൈതട്ടിയിട്ട്, കുട്ടികളൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു വാക്ക് ഞാൻ പറയുന്നില്ല, നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അതൊരു തെറിയാണ്, അപ്പം അതുകൊണ്ട് പറയുന്നില്ല. അപ്പം ഇങ്ങനെ വന്ന് ആ ഒരു വാക്ക് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കുന്നത് എന്നെ തെറി വിളിക്കുക എന്നാണ്. അപ്പം ഞാൻ ഇച്ചിരി മാറി നിന്നു. അപ്പം എൻ്റെ പുറകെ ഇങ്ങനെ വരികയാണ്. വീണ്ടും വന്നിട്ട് കൈതട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ നിന്ന് മലയാളി ചേട്ടനാണ് പറഞ്ഞു തന്നത്, എടാ അത് ഇതാണ്, അവരെ പിടിച്ച് അങ്ങ് തള്ളി വിട്ടാൽ മതിയെന്ന്. അപ്പം ഞാൻ തള്ളി വിടാനോ? അപ്പം എടാ അങ്ങ് വരുമ്പോഴേക്കും അങ്ങ് പിടിച്ച് തള്ളി ഉന്തി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അറിയാത്ത ഇതായതുകൊണ്ട് തന്നെ എൻ്റെ ഇക്കലേക്ക് വന്നപ്പോൾ എനിക്ക് പേടിയായി. പിന്നെ ഒരു പെർഫ്യൂം അടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് ഭയങ്കര അരോചകം ഉണ്ടാക്കി. അപ്പം ഞാനിങ്ങനെ പിടിച്ച് തള്ളിയതാണ്. അപ്പം എൻ്റെ ഇത്ര വലിയ ശരീരം എന്നെ തള്ളിയപ്പോൾ അത് ഇച്ചിരി മറിഞ്ഞു വീണു ആൾക്കാരുടെ അങ്ങോട്ടേക്ക്. അപ്പോൾ ഭയങ്കര ദേഷ്യമായി. അപ്പോൾ പൈസ വേണം, തന്നിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഷർട്ട് ഡെനിം ഷർട്ടായിട്ടിരുന്നത്, ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുണ്ട്. അതിൽ പിടുത്തമായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി, എൻ്റെ ഷർട്ട് പോക്കറ്റടക്കം കീറിയെടുത്തു. അപ്പോൾ ആ സമയത്ത് മാമ്പളം എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ ട്രെയിൻ നിൽക്കുകയാണ്. അപ്പോൾ റെയിൽവേ പോലീസ് കണ്ട് ലാത്തിക്ക് അടി കൊടുത്തു. അത് അതേപടി ഇറങ്ങി ഓടി അങ്ങ് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പിന്നെ ഞാൻ കോളേജിൽ ചെന്ന് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം ഇവിടെ വന്നു. പിറ്റേ ദിവസം ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ ഇതേ ട്രാൻസ്ജെൻഡർ എന്നെ ഫോളോ ചെയ്ത് വരുവാണ്. ഫോളോ ചെയ്ത് വന്നിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് പൈസ തന്നു, കുറേ ചുരുട്ടിക്കൂട്ടിയ കുറേ പൈസ. പറഞ്ഞു സോറി, എനിക്കെന്തോ ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ടാണ് നിൻ്റെ ഷർട്ട് ഞാൻ കീറിയതിന് പൈസ ഇതാണ്, നീ ഇത് വാങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു ഒറ്റ കൗതുകത്തിൽ ഞാൻ അവരുമായിട്ട് പരിചയമായി. പിന്നീട് അതിനുശേഷം ഇവരുമായിട്ട് ആ ഷർട്ട് വാങ്ങാനായിട്ട് പോയി. അവർക്ക് ഞാൻ ഒരു സാരി വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഒരു പരിചയം തുടങ്ങി. പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഇവരുടെ കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തന്നു. ഒരു 13 പേരുണ്ടായിരുന്നു ആ സ്റ്റേഷനിൽ. ഓരോ സ്റ്റേഷനിലും കുറേ ഭിക്ഷക്കാരും കുറേ തെരുവ് നായ്ക്കളും കുറേ ട്രാൻസ്ജെൻഡേഴ്സുമാണ് ചെന്നൈയിലുള്ളത്. കാരണം ഈ അവിടെയുള്ള മനുഷ്യർ കൂടുതലും ഈ ഒരു കാറ്റഗറീനെ ഈക്വലായിട്ടാണ് കാണുന്നത്. ചില സമയം ചെന്നൈയിലുള്ള കുട്ടികൾ മെറ്റൽ പെറുക്കി ബാൻഡത്തിടും, എന്താന്ന് പറയാനായിട്ട് പോകുന്ന വഴിക്ക് ഇവർക്കിട്ട് എറിയും. അത് കൗതുകം അവർക്ക്, അതായത് ഇവർ ആരാന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ളത്. അപ്പം മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാനും ഒക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ് ഇവരെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അവിടുത്തെ സമൂഹത്തിനുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ബെഞ്ചിൽ ഇവരോട് ഇരിക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും, ഇങ്ങനെ നടന്നു പോകുന്നവരൊക്കെ ഇങ്ങനെ നോക്കും, ഇനി ഇവൻ വല്ലവൻ കറക്കിക്കൊണ്ടു പോകാൻ വന്നതാണോ എന്നുള്ളത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്നെ ആർക്കും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല, ഞങ്ങൾക്ക് തമ്മിൽ അറിയാം. അങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഒരു 10-13 പേരുമായിട്ട് ഇതായി. അവരെനിക്ക് ഫുഡ് ഉണ്ടാക്കി തരും. ഞാൻ നന്നായിട്ട് പായസം ഉണ്ടാക്കും. അപ്പം ഞാൻ ഫ്ലാറ്റിൽ നിന്ന് പായസം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഡപ്പയ്ക്കകത്ത് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കും. അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർന്നു.
ആ സമയത്താണ് അവിടെ വെച്ചിട്ട് ഒരു ട്രാൻസ്ജെൻഡറിനെ ആരോ രാത്രി പിടിച്ചിട്ട് പോയിട്ട് കത്തിച്ച് കരിച്ചു കൊണ്ടുവന്നിട്ട് തെരുവിലിട്ടിരുന്നു. അതുപോലെ തന്നെ ഇവരെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. ബെൽറ്റിനെ ആക്രമിക്കും, സിഗരറ്റിന് കുത്തും, അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് തിരിച്ചിടുന്ന. ആരും ചോദിക്കാനില്ല, പോലീസുകാർ കേസെടുക്കത്തില്ല. പിന്നെ അവിടെ കുറേ കമ്മ്യൂണിറ്റികളുണ്ട്, പക്ഷെ ഇവരെ ഒന്നും ഹെൽപ്പ് ചെയ്യത്തൊന്നുമില്ല. അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് ആ മരിച്ചെന്ന് പറഞ്ഞില്ല ഒരാൾ, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവരാണ്, ഇവരുടെ പേര് യഥാർത്ഥമില്ല, ID കാർഡില്ല. ഒരു തെരുവുപട്ടി മരിച്ച ആ ഒരു ലാഘവത്തോടെ ആൾക്കാർ കാണുന്നത്. ഏതോ ഒരു ഓൺലൈൻ പേപ്പറിൽ വന്നു, അല്ലാതെ ഒന്നും വന്നില്ല ഇവരെ പറ്റിയിട്ട്. അപ്പം ഞാൻ ഫ്ലാറ്റിൽ ചെന്ന് ചാനൽ ഓണാക്കി വെച്ചിരിക്കുക. അപ്പോൾ എൻ്റെ വിചാരം സെൻസേഷണലായിട്ട് വരും, ഗിണ്ടിയിൽ ഒരു ആളിങ്ങനെ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ന്യൂസിലും വന്നില്ല. ആ ഒരു സാധനം എവിടെയോ ജനിച്ച് ഒരു കുപ്പത്തൊട്ടി കണക്ക് ചെന്നൈയിൽ വന്ന് അടിഞ്ഞ് മരിച്ചുപോയ കുറേ മനുഷ്യർ, അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി എഴുതണമെന്ന് എനിക്ക് തോന്നി. റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള പേരാണെങ്കിലും പലരും സജസ്റ്റ് ചെയ്യുന്നത് റാം കെയർ ഓഫ് മല്ലി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. എനിക്ക് ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട കഥാപാത്രവും മല്ലിയാണ്. എനിക്ക് പറയുമ്പോൾ പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു 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 സംഭവമാണ്, ഭയങ്കര സന്തോഷമാണ്. മല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് തന്നെ പബ്ലിഷ് ചെയ്താൽ പോലും അത്രയും എഴുതാനുണ്ട് മല്ലി എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട്. ചില ആൾക്കാർ പറയും എന്തിനാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് ഇത്ര ബൂസ്റ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട്. ബൂസ്റ്റ് ചെയ്യണം, അവരും മനുഷ്യരാണ്, ഇവിടെ ജീവിക്കുന്നവരാണ്, അവർക്ക് തൊഴിൽ വേണം, ജീവിക്കണം, താമസിക്കാൻ സ്ഥലം വേണം, ഇതെല്ലാം വേണം. അവകാശമുള്ള, നമ്മളെ കണക്ക് തുല്യ അവകാശമുള്ള ആൾക്കാരാണ്. അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പുസ്തകങ്ങളിലൂടെ ഇനിയും സംസാരിക്കും, വേദികളിൽ സംസാരിക്കും, അത് തുടരുക തന്നെ ചെയ്യും. അത്രേ ഉള്ളൂ. താങ്ക് യു. ക്യൂർഫോബിക് അല്ല എന്നതാണ് ഈ 2 നോവലിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നിമ്മയുടെ നോവലിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു കസിൻ കണ്ണൻ്റെ ഒരു ഗേ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. അതും വളരെ ബോൾഡായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് അത് വായിക്കുന്നതൊക്കെ തോന്നുന്നത്. അതേക്കുറിച്ചുള്ളൊരു എക്സ്പീരിയൻസ് പറയാം. എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വരുന്ന കൂട്ടത്തിൽ ഒരു വീഡിയോ റിവ്യൂ ചെയ്തു ഒരു പയ്യൻ. അപ്പോൾ അവനിങ്ങനെ ബുക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ത്രെഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ബുക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് മനസ്സിലാവുന്നില്ല, ഇതിൽ ഏതാണ് പ്രകൃതി വിരുദ്ധം എന്ന് മനസ്സിലായിട്ട് ഞാൻ ഇരുന്ന് ഫുള്ള് ബുക്ക് വായിച്ചു. ഞാൻ എൻ്റെ പബ്ലിക്കേഷനിലെ ചേട്ടനെ വിളിച്ചു ചോദിച്ചു ഇതിൽ എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന്. പിറ്റേ ദിവസം ഞാൻ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയപ്പോൾ ഇവൻ പറഞ്ഞതിനെ അനുകൂലിച്ച് ബുക്ക് ഓവറോൾ കുഴപ്പമില്ല, പക്ഷെ ആ റിലേഷൻഷിപ്പിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ വന്നു. അപ്പോഴാണ് ശരിക്കും ഞാനത് റിയലൈസ് ചെയ്യുന്നതോ ഇത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നോ ഇത് എന്നുള്ളത്. അപ്പോൾ അതിലൊരു ഗേ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ കാണിക്കണം എന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം എഴുതി ചേർത്തിട്ടുള്ള ഒരു കാര്യമാണോ ഇങ്ങനെയുള്ളത് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമുക്കറിയുന്ന ബന്ധങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷേ അത് പുറത്ത് പറയാനുള്ള ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ, എനിക്ക് തോന്നുന്നില്ല ആ സിനിമ നമ്മുടെ കേരള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കുടുംബത്തിലൊരു കാര്യം ഉണ്ടാവുമ്പോൾ അത്ര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അതിനെ എടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീടുകളാണ് നമുക്കുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അടുത്ത് ഏഷ്യാനെറ്റിൻ്റെ യുവജനോത്സവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ അപ്പം നമ്മൾ പറയും ഇപ്പോഴത്തെ തലമുറ മാറിയിട്ടുണ്ട്, ഇപ്പോഴത്തെ ആളുകൾ കുറച്ചുകൂടി പിള്ളേർ കുറച്ചുകൂടി ഓപ്പണായിട്ട് ചിന്തിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രതികരണം. ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതിലൊരു പെൺകുട്ടി മൈക്ക് എടുത്തിട്ട് ചോദിച്ചു. അപ്പോൾ അതിലൊരു അവൻ പറയുന്നത് എൻ്റെ സെക്ഷുവാലിറ്റി എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഒരാളാണെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അവനോട് ചോദിച്ചു ഈ കോളേജിൽ വന്ന ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു മലപ്പുറത്തുള്ളൊരു കോളേജാണത്. ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ആയിരിക്കുന്ന വ്യക്തി ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് രീതിയിൽ ഞാൻ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് ഇടം കിട്ടിയിട്ടില്ല. പരീക്ഷയിൽ ഒരു മാർക്ക് ഇടുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതാണെങ്കിലും എല്ലാത്തിലും എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭരണഘടന ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. നമുക്ക് കലാലയം എന്ന് പറഞ്ഞാൽ പോയി ഫ്രണ്ട്സ്, പ്രേമം, പഠിത്തം എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഓർമ്മകളാണെങ്കിൽ അവരവിടെ ആക്ച്വലി സർവൈവ് ചെയ്യാൻ വരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അത്രയും പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് ആ കുട്ടി പറയുന്ന സമയത്ത് അവിടുത്തെ ചെയർമാനാണെന്ന് തോന്നുന്നു ഒരു പയ്യൻ മൈക്ക് വാങ്ങിയിട്ട് പറയാണ് ആണും പെണ്ണും സ്നേഹിക്കുന്നു പറഞ്ഞാൽ നമ്മൾ കൈയടിക്കും, ആണും സ്നേഹിക്കണം, പെണ്ണും സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുന്നത്. അപ്പോൾ അവിടെ കണ്ടിരുന്ന അത്രയും പിള്ളേരിൽ ഒരാൾ പോലും അതിനെതിരായിട്ടൊന്നും പറയുന്നില്ല. അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സൊസൈറ്റിനെയാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു ഒരാൾ ആരെ സ്നേഹിക്കണം, ആരുമായിട്ട് ഇടപഴകണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രമായിട്ടുള്ള ഡിസിഷനാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരാൾക്കും അവകാശമില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞ സമയത്ത് ഞാനത് യൂട്യൂബ് കണ്ട് ഇൻ്റർവ്യൂ ആണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി.
ഈ കാലം മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും ആളുകൾക്കിടയിൽ മൈക്കെടുത്ത് അവന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ ആ പെൺകുട്ടി കാണിച്ച ധൈര്യമാണ് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ അതിഥി കണ്ണനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്തുകൊണ്ട് അതിഥി കണ്ണനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ ബുക്ക് എഴുതിയെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചുറ്റിലും, നിങ്ങളുടെ ചുറ്റിലും ആണോ പെണ്ണോ ആരും ആവട്ടെ, ഒരു കണ്ണൻ ഉണ്ടാവും, ഒരു നിഹാൽ ഉണ്ടാവും. അപ്പോൾ നിഹാലിൻ്റെ ലൈഫിൽ അവൻ്റെ ഇഷ്ടങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കാൻ അതിഥിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ അങ്ങനെ ഒരാളെ കാണുവാണെങ്കിൽ കണ്ണൻ്റെ ലൈഫിൽ അതിഥി ഉണ്ടായ പോലെ അവരുടെ ലൈഫിൽ അതിഥിയാവാൻ ഇത് വായിക്കുന്ന എല്ലാവർക്കും കഴിയണം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചത്. താങ്ക് യു. ഇനി ഓഡിയൻസിൻ്റെ ചോദ്യോത്തരങ്ങൾ കിടക്കാം. നമസ്കാരം, അഖിലിനോടാണ് ചോദ്യം. ചോദിച്ചോട്ടെ. ഒരു സ്റ്റോറി ടെല്ലറാണ് അല്ലെ ആകുമെന്നൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു പരിവർത്തനം അത് തിരിച്ചറിഞ്ഞത് എന്നാണ്, എപ്പോഴാണ്? ഒരു ഉപചോദ്യം കൂടെ ഉണ്ട്. ഇനി ആരെങ്കിലും ഒരാൾ ഒരു വിദ്യാർത്ഥി, ഒരു സ്റ്റോറി ടെല്ലിംഗ് വിദ്യാർത്ഥിയായി അഖിലിൻ്റെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുക്കാനുള്ള വഴികളുണ്ടാകും? തീർച്ചയായിട്ടും. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ നാട്ടിൽ ചേട്ടന്മാരൊക്കെ ഇരുന്ന് കഥ പറയും, പ്രേതകഥകൾ അതും ഇതുമൊക്കെ പറയും. അപ്പം ഞാനിത് പോയിരുന്ന് കേട്ടിട്ട് ഞാൻ ഇതിൻ്റെ ഇരട്ടിയായിട്ട് സ്കൂളിൽ പോയി പറയും, എടാ അത് സംഭവം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൂട്ടുകാർ 1-2 പേര് കേൾക്കും. ഇവന്മാർ ഞാൻ കുറച്ചുകൂടെ നല്ല ഇതായിട്ട് പറയും. സ്റ്റോറി ടെല്ലിംഗ് ആണ്. എൻ്റെ കൂട്ടുകാരൊക്കെ രാത്രി ഞങ്ങൾ ടൂർ പോകുമ്പോൾ രാത്രി മെയിനായിട്ട് എന്നെ കൊണ്ടുപോകുന്നത് രാത്രിയിൽ ഞാൻ കഥ പറയും, ലൈറ്റൊക്കെ അണച്ചിട്ട് ഹൊറർ സ്റ്റോറീസ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പറഞ്ഞ് ഒരാൾ കേട്ട് കഴിഞ്ഞാൽ അയാളുടെ ഫ്രണ്ട്സുമായിട്ട് വരും. അങ്ങനെ 2-3 പേരായി 3 പേരായി അങ്ങനെ. അപ്പോൾ എനിക്കത് ഭയങ്കര ത്രില്ലിംഗ് ആയി. അപ്പോൾ തീരെ ചെറുപ്പത്തിൽ തൊട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ ഞാൻ സംസാരിക്കും ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നൊരു സംഭവമാണ്, മെയിൻലി ഉണ്ടാക്കിയെടുത്തതല്ല. അപ്പോഴൊന്നും എനിക്ക് ലൈബ്രറി മെമ്പർഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ ഒരു നോവൽ വായിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വികൃതി രാമനൊക്കെ ഇല്ലേ മലയാള സെക്കൻഡുള്ള, അതൊക്കെ മാത്രമേ വായിച്ചിട്ടുള്ളൂ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാൻ ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കുന്നത്. അവിടെ ചെന്നപ്പോൾ കൊള്ളാലോ, കുറേ എഴുത്തുകാരുണ്ടല്ലോ, അങ്ങനെയൊക്കെ മനസ്സിലായത്. അപ്പോൾ അങ്ങനെ വന്നതാ. അപ്പോൾ ഒരു കുട്ടി അതേ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഒന്ന് എഴുന്നേറ്റ് മോളെ, എത്ര ബുക്കാണ് വായിച്ചത് കഴിഞ്ഞ വർഷം? ഞാൻ ഒരു വർഷത്തിന്റെ 350ഓളം പുസ്തകങ്ങൾ വായിച്ച ആസ്വാദനം എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 500ഓളം പുസ്തകങ്ങൾ വായിച്ച ആസ്വാദനം എഴുതി. ഇപ്പം ഞാനൊരു എഴുത്തുകാരി കൂടിയാണ്. ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മിണിക്കാര്യങ്ങൾ എന്നാണ് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര്. മൈൻഡ് പബ്ലിക്കാണ് പ്രസിദ്ധീകരിച്ചത്. ജൂൺ 19 വായനാ ദിനത്തിന് മുഖ്യമന്ത്രിയാണ് ഇത് പ്രകാശനം ചെയ്തത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ പുതിയ കുട്ടികളെ എനിക്ക് ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ, കുട്ടിയുടെ പുസ്തകം കൂടി വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയ സപ്പോർട്ട്. താങ്ക് യു. ഹായ് അഖിൽ ചേട്ടാ, ഹായ് നിമ്ന ചേച്ചി, ഹായ് ജിസ്മ ചേച്ചി. എൻ്റെ പേര് വരദ എന്നാണ്. പി നരേന്ദ്രനാഥിൻ്റെ വികൃതി രാമനും മനസ്സറിയും യന്ത്രവും കുഞ്ഞിക്കൂനും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പി നരേന്ദ്രനാഥായിരുന്നു. പക്ഷെ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ പട്ടികയിൽ അഖിൽ ചേട്ടനും കൂടെ കൂടിയിട്ടുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. അതിലെ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. വെട്രി, രേഷ്മ, പാട്ടി, ആനന്ദി, റാം, മല്ലി. എങ്കിലും എനിക്ക് ആ കഥാപാത്രങ്ങളിൽ മല്ലിയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഈ കഴിഞ്ഞ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു വയസ്സായ അങ്കിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചു, നീ ഏത് പുസ്തകമാണ് അവസാനമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അഖിൽ ചേട്ടൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി ആണെന്ന്. അപ്പോൾ അദ്ദേഹം പറയുവാണ്, ആ പുസ്തകം കൊള്ളില്ല, അത് സോഷ്യൽ മീഡിയയിലൂടെ തള്ളി വെറും ചവറാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ അങ്കിള് പഴയ തലമുറയിലെ എഴുത്തിനെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരോടൊക്കെ ചേട്ടന് എന്താണ് പറയാനുള്ളത്? മാത്രമല്ല ചേട്ടന് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം ന്യൂജനാണ് വായിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ പോയാൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അവിടെ ചെന്നപ്പോൾ ഞാനവിടെ നമ്മുടെ ഗവൺമെൻറ് ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ ഇവിടെ വന്നതാണ്. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരെ പറഞ്ഞത്, ഇസ് ദിസ് അഖിൽ പി ധർമ്മജൻ? അപ്പോൾ ഉടനെ അവന്മാർ പറഞ്ഞു, യെസ്. ഫോട്ടോ എടുക്കാനോ വല്ലതും ആണോ? പറഞ്ഞ സ്റ്റിൽ ഹി റൈറ്റിംഗ്? അപ്പോൾ യെസ്. പത്തറ്റിക് എന്നും പറഞ്ഞ് നടന്നുപോയി. അതാണ്. അപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ട് ഈ ചേച്ചി വന്നിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടൊക്കെ പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താടാ പറഞ്ഞ? നിന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞിട്ട് പോയാന്ന് പറഞ്ഞു. അപ്പം അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓരോ ആൾക്കാർ പല രീതിയിലാണ്. എനിക്ക് 73 വയസ്സുള്ള അമ്മച്ചിമാർ വരെ വായനക്കാരുണ്ട്.
അവരും ഇഷ്ടപ്പെടുന്നുണ്ട് ബുക്ക്, മോളെപ്പോലുള്ള ആൾക്കാരും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരാളെ ഫോഴ്സ്ഫുള്ളി ഇഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അത് എത്ര ട്രൈ ചെയ്താലും ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡ് കൊടുത്ത് ഇപ്പോൾ പായസം ചേട്ടന് ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ എത്ര നിർബന്ധിച്ചാലും ചേട്ടന് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ റാം കെയർ ഓഫ് ആനന്ദിയും അഖിൽ പി ധർമ്മനും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, എൻ്റെ വീട്ടിലാരും എഴുത്തുകാരും ഇല്ല, വായനശാല മെമ്പർഷിപ്പും ഇല്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരാൾ വളർന്നു വരുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടത്തുമില്ല. ചിലർക്ക് ഈ ഉന്നത കുലത്തിലുണ്ടാവണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീട്ടിൽ റൈറ്റേഴ്സ് ഉണ്ടാവണം, അങ്ങനെയുള്ള പലതുണ്ട്. ഒരു കൂലിപ്പണിക്കാരൻ്റെ മകൻ ഇത്രേ വളരാവുള്ളൂ എന്നുള്ള ലിമിറ്റേഷൻ പലർക്കും ഉണ്ട്. അത് മാനസികമായിട്ട് വളരാത്തതും കുടുംബത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ തെറ്റാണ്. അതിപ്പോൾ പ്രായമൊന്നും വ്യത്യാസമില്ല, അവരങ്ങ് ആക്ഷേപിച്ച് വിട്ടേക്കണം, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല കേട്ടോ. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അശ്വിൻ എന്നാണ്. ആദ്യം തന്നെ മാതൃഭൂമി കുടുംബത്തിന് വലിയൊരു സ്നേഹം അറിയിക്കുകയാണ്. കാരണം എഴുത്തുകാരെ പലരെയും കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിലും വാക്കുകളെ 3 ലോകങ്ങളിലൂടെ കാണുന്ന 3 പേരെയാണ് ഇപ്പം മുന്നിൽ കുറച്ചു നേരമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. അതിൽ ഭയങ്കര സന്തോഷം തോന്നി. അഖിലേട്ടനോടാണ് എൻ്റെ ചോദ്യം. 2 കുഞ്ഞു ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അഖിലേട്ടൻ തിരശ്ശീലയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, ഇപ്പം ഈ പറഞ്ഞ പോലെ നോവലുകളായിട്ടും എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഏത് ഏരിയയിൽ എഴുതിയപ്പോഴാണ് കഥാപാത്രങ്ങളുടെ കൂടെ കുറച്ചും കൂടി ആഴത്തിൽ സഞ്ചരിക്കാൻ പറ്റിയത്? കാരണം ഇപ്പം എഴുത്തുകാർ പലരും സിനിമയിലേക്കും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അത് ആ ഒരു അനുഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും കാണുന്ന അനുഭവിക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് എഴുത്തുകാർ പലരും എഴുതുന്ന സമയത്ത് കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ജീവിച്ച അനുഭവം കണ്ടതോ കേട്ടതോ ഒക്കെയാണ് അതിലേക്ക് വരുന്നത്. അങ്ങനെ അത് കഥാപാത്രങ്ങളായിട്ട് മാറും. ഇതുവരെ എഴുതിയ എഴുത്തിൽ എപ്പോഴെങ്കിലും തിരിച്ച് സംഭവിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഒരു കഥാപാത്രം എവിടെ നിന്നോ മനസ്സിൽ വന്നിട്ട് അതങ്ങനെ എഴുതി, ജീവിതത്തിൽ എവിടെയെങ്കിലും ആ ഒരു കഥാപാത്രത്തിനെ നേരിട്ട് കണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അതൊരു കൗതുകത്തിലുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യന് പറയാം. അങ്ങനെ ആനന്ദി ഞാൻ ഫിക്ഷനായിട്ട് എഴുതിയ ഒരു കഥാപാത്രമാണ്. അങ്ങനെ എഴുതിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ക്ലൈമാക്സ് എഴുതുന്ന സമയത്ത് ചെന്നൈ പോയിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ നിന്നാണ് എഴുതുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ശ്രീലങ്കയിലുള്ള കൂട്ടുകാരൻ സിനിമ എടുക്കുന്നതിൻ്റെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് അവിടെ വന്നു. അവൻ കൊണ്ടുവന്നിട്ട് എന്നെ ഒരു 10-20 ആനന്ദിമാരെ കാണിച്ചു തന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം മറ്റേ നേരത്തെ പറഞ്ഞ ആ എക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നിട്ടുള്ള ചെന്നൈയിൽ എത്തിപ്പെട്ട ഐഡൻറ്റിറ്റി ഇല്ലാത്ത കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അവർ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് ആനന്ദിക്ക് സംഭവിച്ച പല കാര്യങ്ങളും അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നേരിട്ട് കണ്ടുള്ളൂ, അല്ലാതെ ആരെയും. ഞാൻ ഒന്നാമത്തെ പ്രേതകഥ എഴുതിയത്, അതിൻ്റെ അകത്ത് ആരെ കാണാനാണ്? ഓജബോർഡല്ലേ. രണ്ടാമത്തെ മെർക്കുറി എൻ്റെ ദ്വീപിൽ പോയതാണ്. അപ്പോൾ അങ്ങനെ കപ്പലിലുള്ള ആരെയും എനിക്ക് പരിചയമില്ല, കപ്പലിൽ പോയിട്ടുള്ള. അപ്പോൾ അതങ്ങനെയാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിളാണ്, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. നോവൽ എഴുതുമ്പോൾ ഞാൻ എൻ്റെ പേന സ്വയം പിടിച്ചിട്ട് എഴുതുന്നു. സിനിമ എഴുതുമ്പോൾ എൻ്റെ പേനയിൽ പുറകിൽ പിടിക്കാൻ 10 പേരുണ്ടാകും. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്ത്, പുറകോട്ടേക്ക് പോ എന്ന് പറയാനായിട്ട്. അപ്പോൾ ആ പേന കൺട്രോൾ ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട് സിനിമയ്ക്ക്. നോവലിന് എൻ്റെ മുറിയിൽ ഞാൻ ഇഷ്ടമുള്ള സാധനം എഴുതും, എൻ്റെ ഇഷ്ടമുള്ള കഥാപാത്രത്തെ രൂപപ്പെടുത്തും. ആരുമില്ല അവിടെ. എഡിറ്റർ വേണമെങ്കിൽ സജഷൻ പറയും, അത് മാത്രമേ ഉള്ളൂ. എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ പുസ്തകം. സിനിമ അങ്ങനെയല്ല. സിനിമ ഞാൻ കുറ്റം പറയുകയല്ല, കാരണം ഞാൻ ഒരു സിനിമ ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ഒരു ക്യാമറമാൻ്റെ കഴിവുണ്ടാവും അതിൻ്റെ അകത്ത്, ഡയറക്ടറിൻ്റെ കഴിവുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്യുന്ന ആളുടെ കഴിവുണ്ട്, ആർട്ട് ഡയറക്ടറിൻ്റെ കഴിവുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു കടൽ തീരത്ത് ഒരു സെറ്റ് ഇടാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പറ്റത്തില്ല. അപ്പോൾ അവർ പറയും നമുക്കത് വേറെടുത്ത് കൊണ്ടിടാൻ പറ്റുമെന്ന് പറയും. അപ്പം നമ്മൾ ആ എഴുതുന്ന സ്ക്രിപ്റ്റ് ഒന്ന് പൊളിക്കേണ്ടി വരും. നമുക്ക് ആദ്യമൊക്കെ ശരിക്കും സങ്കടം വരും, ദേഷ്യം വരും. എന്നാലും അതിപ്പോൾ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് പുസ്തകങ്ങൾ തന്നെയാണ്. സാർ, എൻ്റെ പേര് ഗുരുവാർവൺ. ഞാനും പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. അപ്പോൾ സാറിൻ്റെ റാം കോ ആനന്ദി എന്ന ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഏത് ബുക്ക് സ്റ്റോറിൽ കയറിയാലും അവിടെ ആ പുസ്തകം ഫ്രണ്ടിൽ ഇരിക്കുന്നത് കാണാം. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സാറിനെ പോലെ എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ച കുറേ പേര് കാണും, പക്ഷെ അവർക്ക് അവരുടെ സാഹചര്യം കൊണ്ട് എഴുത്തുകാരാൻ പറ്റിയില്ലെന്ന് വരാം. അപ്പോൾ അവരെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഓക്കെ, തീർച്ചയായിട്ടും. ചില ആൾക്കാർ എൻ്റെ വന്നിട്ട് ചോദിക്കും, പുസ്തകം എഴുതുന്നതിനെ പറ്റിയിട്ട് ചോദിക്കും. അവരുടെ മനസ്സിലൊരു ത്രെഡ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറിക്ക് പറ്റിയൊരു ത്രെഡായിരിക്കും. അപ്പോൾ അത് വലിച്ചു നീട്ടിയിട്ട് ഒരു നോവലാക്കി മാറ്റുക, അത് ഭയങ്കര ഒരു മണ്ടത്തരമാണ്. ഷോർട്ട് സ്റ്റോറീസിനുള്ള ത്രെഡാണെങ്കിൽ അതെല്ലാം കൂടി കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ചെയ്യുക. നോവലിനെ പറ്റിയാണെങ്കിൽ നോവൽ ചെയ്യുക. ആ ഒരു ഉപദേശമാണ് എനിക്ക് കൊടുക്കാനുള്ളത്. പിന്നെ ആരെയും എന്താ പറയുക, അനുകരിക്കണ്ട. ഇപ്പം ചിലപ്പോൾ എൻ്റെ ബുക്ക് വായിച്ചിട്ട് എൻ്റെ ഇത് കണക്ക് എഴുതാനായിട്ട് തോന്നുവാണെങ്കിൽ അത് ചെയ്യരുത്. നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് ആ രീതിയിൽ അങ്ങ് എഴുതുക. അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട്, അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനും എൻ്റെ എഴുത്തും. കാരണം ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കളിക്കുടുക്ക സാഹിത്യം എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ബുക്ക് വായിക്കുന്നുണ്ട്,
കഥാപാത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്, എനിക്ക് വേദികൾ കിട്ടുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുക. ആരെങ്കിലും കളിയാക്കാൻ വന്നു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുക, എന്നിട്ട് നിങ്ങളുടെ പണി നിങ്ങൾ നോക്കുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളെ ലോകം അംഗീകരിക്കും, മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് പറയാനായിട്ട്. താങ്ക് യു. ആദ്യമായി തന്നെ ഈ ഒരു അവസരം, അതായത് മാതൃഭൂമിയിൽ നിങ്ങളെ 3 പേരെയും വിളിച്ചതിന് മാതൃയോട് നന്ദി പറയുന്നു. കാരണം പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യശാഖയിൽ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ പുതിയൊരു വിപ്ലവം സൃഷ്ടിച്ച ആ 3 പേരെയും ഇവിടെ കൊണ്ടുവന്നു എന്നതാണ് മാതൃഭൂമിയുടെ ഏറ്റവും വലിയ മാറ്റത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിന് വലിയൊരു സന്തോഷം. പിന്നെ ഇതിൽ പേഴ്സണലി പറയാനുള്ളത്, ഞാനൊരു പോസ്റ്റ് മാസ്റ്ററാണ്. അപ്പോൾ ആ സമയത്ത് നിമ്നയുടെ പുസ്തകം, ആദ്യം ഇറങ്ങിയ പുസ്തകം സിമ്പിളായിട്ട് അതിൻ്റെ സായോജ്യം ഇങ്ങനെ കൊണ്ടുവന്നു ഞാനാണ് രജിസ്റ്റേർഡ് ആക്കിയിട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം ആദ്യം എനിക്കൊരു കോപ്പി തന്നിരുന്നു, വായിച്ചു എന്നുണ്ട്. ഞാൻ വായിക്കുന്നതാണെന്ന് അറിയുന്നുണ്ട്, പക്ഷെ അത് അന്നേരമൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ഇത് പിന്നീട് ആൾക്കാർ ഏറ്റെടുത്ത് വായിച്ചു. അപ്പോഴും എൻ്റെ ബുക്സിൻ്റെ കൂട്ടത്തിൽ ഖസാക്കിൻ്റെ ഇതിഹാസം പോലുള്ള ഒരുപാട് ഇതിൻ്റെ ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്, ഇത് വായിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് ആളുകൾ വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് ഞാൻ വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇതിലെന്തോ ഒന്നുണ്ട്, വായിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ട്. ആ സമയത്താണ് റാം കെയർ ഓഫ് ആനന്ദിയും വരുന്നത്. അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവം ഭയങ്കരമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതിനെ എത്രത്തോളം ഞാൻ ഉൾപ്പെടെ മാറ്റി അലമാരിലെ ഒരു മൂലയ്ക്ക് ഇരുത്തി വെച്ച പുസ്തകം എടുക്കാൻ പ്രേരിപ്പിച്ച ആ ഒരു ഘടകമുണ്ടല്ലോ, ആ ഘടകത്തെയും നിങ്ങളെയും നമ്മുടെ സീനിയറായിട്ടുള്ള എഴുത്തുകാരും സാഹിത്യശാഖയും എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോഴും നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ, വിളിക്കാറുണ്ടോ, നിങ്ങളെ ഉപദേശിക്കാറുണ്ടോ, നിങ്ങൾക്ക് ട്രിക്സോ അല്ലെങ്കിലും അതിൻ്റെ രഹസ്യം പറഞ്ഞു തരാറുണ്ടോ, ഇനി കുറച്ചുകൂടി സാഹിത്യത്തിലേക്ക് കടക്കണം എന്ന് പറഞ്ഞു തരാറുണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ. എൻ്റെ ബുക്ക് വായിച്ചിട്ട് ഇതുവരെ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പം സങ്കടമില്ല. സീനിയറായിട്ടുള്ള ഒരാളെ വിളിച്ച് പറഞ്ഞെന്നും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും കിട്ടാനില്ല. സീനിയറായിട്ടുള്ള ആരും എൻ്റെ ബുക്ക് വായിച്ചിട്ട് വിളിച്ചിട്ടില്ല. അല്ലാതെ വിളിച്ചിട്ടുണ്ട്. GR ഇന്ദുമോമി ചേട്ടൻ എന്നെ വിളിക്കാറുണ്ട്, ബെന്യാമിൻ സാറ് വിളിക്കാറുണ്ട്. അല്ലാതെ ഒരിക്കലും സീനിയറായിട്ടുള്ള ആരും എൻ്റെ ബുക്ക് വായിച്ചിട്ട് വിളിച്ചിട്ടില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ല, ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ല, അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിവാദം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ അതിലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞാനിങ്ങനെ സോഫ്റ്റായിട്ട് ഒരു സൈഡിലൂടെ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ്. ഞാനിങ്ങനെ സത്യമായിട്ടും പേടിച്ചിരിക്കുക. ഞാൻ നിന്നോടും പറഞ്ഞ്, എടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചോദിക്കൂ, ഇവിടെ കുറേ വിവാദം നടക്കുന്നുണ്ട്, നമ്മളെ എയറിൽ കയറ്റും എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എന്തായാലും ഞങ്ങളെ എയറിൽ കയറ്റാനുള്ള ഒന്നും തന്നെ നിങ്ങൾ ചോദിച്ചിട്ടില്ല. അല്ല, അതൊരു മാന്യത. ഇപ്പം ഞാൻ പറയട്ടെ, ഒരാളുടെ ഒപ്പീനിയൻ പറയുന്നു, അതിൻ്റെ അകത്ത് ഇപ്പോൾ വേറൊരു അതേ ഫീൽഡിലുള്ള ഒരാൾക്ക് വന്ന് നിന്നിട്ട് അവരെ കുറ്റം പറയാനോ അങ്ങനെ ഇതില്ല. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട് വിചാരിക്കുക, നാളെ നമ്മൾ നോക്കുമ്പോൾ അവർ കെട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ നമ്മൾ അഭിപ്രായം പറഞ്ഞ ആളാരായി? നമ്മൾ പുറത്തായി. ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ അഭിപ്രായം പറയാറില്ല. പിന്നെ എൻ്റെ ബുക്കിനെ പറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, എന്നെ ആരും വിളിച്ചിട്ടില്ല, എനിക്കതിൽ സങ്കടവുമില്ല. താങ്ക് യു. ഞാൻ ഈ ചോദ്യം പാസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇല്ല, എന്നെ ആരും വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്നിട്ടുള്ള ഒരാൾ പുസ്തകം വായിച്ചിട്ട് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരാളുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, മുഹമ്മദ് അബ്ബാസ്ക എന്നെ കണ്ട സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അബ്ബാസ്കയുടെ അടുത്ത് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പുസ്തകം എനിക്ക് ദഹിച്ചില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഓക്കെ. അപ്പോൾ ആദ്യം എനിക്കത് എന്താണെന്ന് മനസ്സിലായി, വെച്ചാൽ എന്ത് പറ്റി, എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ എനിക്കൊരു 10 രൂപ കിട്ടിയാൽ ഞാൻ അതിൽ 5 രൂപയ്ക്ക് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും, ബാക്കി 5 രൂപ എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും മാറ്റി വെക്കുന്നതാണ് എനിക്ക് പറ്റുന്നത്. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നില്ല. അപ്പം നിന്നെ ഈ പറയുന്ന സെൽഫ് ലവ് എന്നുള്ളൊരു തീം ലൈഫിൽ ഒട്ടും പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ, എനിക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ പുസ്തകം എടുക്കരുത്, ഇതിൽ വേറെ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ള വിമർശനം വരുന്ന സമയത്ത് അത്രയും അംഗീകരിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരൻ എൻ്റെ അടുത്ത് എൻ്റെ പുസ്തകം ഇഷ്ടമായില്ല എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയും എനിക്കുണ്ട്. കാരണം എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവണമെന്നില്ലല്ലോ. പക്ഷേ എത്ര മനോഹരമായിട്ട് ആ പുസ്തകത്തെ അദ്ദേഹം വിമർശിച്ചു എന്നുള്ളത് എല്ലാവരും കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല, പക്ഷേ വിമർശനങ്ങൾ കിട്ടിയിട്ടുണ്ട് എഴുത്തുകാരിൽ നിന്ന്. ആ വിമർശനങ്ങളെ ഞാൻ നല്ല രീതിയിൽ നോക്കിക്കാണാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് അബ്ബാസ്കൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. സക്രിയ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടായിരുന്നു, ഇപ്പോഴത്തെ യൂത്ത് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ കുറിച്ച്, അവരുടെ പുസ്തകങ്ങളെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന്. അപ്പോൾ ആള് പറഞ്ഞത്, ഞാൻ ഇവരുടെ 2 പേരുടെയും പുസ്തകം വായിച്ചിട്ടുണ്ട്, എനിക്ക് ആ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയത് 2 പേർക്കും കഥ പറയാൻ അറിയാം എന്നാണ്. അപ്പം അത്രയും ഞങ്ങൾ 2 പേരും, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം കഥ പറയാന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്, വായിച്ചിട്ട് പുറത്ത് പറയാത്തവരുണ്ടാവും മോശമാവും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതുവരെ എനിക്ക് ആരും സീനിയർ ആയിട്ടുള്ള ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ എഴുത്തിൽ എനിക്ക് ആകെ പരിചയമുള്ള ഒരേ ഒരാൾ അഖിലാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്നോണ്ട് ജിസ്മി, അത്രേ ഉള്ളൂ. താങ്ക് യു. എൻ്റെ പുസ്തകം ഓതേഴ്സ് വായിച്ചിട്ടുണ്ട്, അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്.
ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തുടക്കക്കാരിയുടെ പുസ്തകമാണെന്നുള്ള ഒരു തോന്നലുണ്ടായില്ല വായിച്ചു തീർത്തപ്പോൾ. പല ഇമോഷൻസിനെയും ഇത്തിരി ആഴത്തിൽ തൊടുന്ന രീതിയിൽ വായനക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആ കഥാപാത്രങ്ങൾ കുറച്ച് ദിവസമെങ്കിലും ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നിർത്തുന്ന ഒരു എഴുത്താണെന്ന് ഓതേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പറയും ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ നന്നായി എഴുതണം, നന്നായി വായിക്കണം എന്നുള്ള ഒരു പറച്ചിലോടുകൂടിയാണ് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അവർ പറഞ്ഞതിലുപരിയായിട്ട് എനിക്കും ഉണ്ട് ആ ഒരു ബോധ്യം. എൻ്റെ ആദ്യത്തെ പുസ്തകം അരുമയായ പക്ഷി തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ കട്ടിയുള്ള സാഹിത്യമുള്ള പുസ്തകങ്ങളുണ്ട്. അത്രക്കൊന്നും എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ അരുമയായ പക്ഷി വായിച്ചു, ഇത്രയും വായിക്കപ്പെടുന്നുണ്ട്. ഇനിയും ഒരു അരുമയായ പക്ഷി എഴുതാനല്ല, അതിലും കുറച്ചും കൂടെ വ്യത്യസ്തമായി നല്ല രീതിയിൽ കുറച്ചും കൂടെ നന്നായിട്ട് സാഹിത്യത്തിലേക്ക് വരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായന നല്ല രീതിയിൽ അതായത് പണ്ട് ഒരു കഥ വായിക്കുന്ന രീതിയിലാണ് വായിച്ചിരുന്നത്. ഇപ്പോൾ എഴുതാൻ വേണ്ടിയുള്ള രീതിയിൽ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. എഴുത്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓതേഴ്സ് വായിച്ചിട്ടുണ്ട്, അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കൃത്യമായും വ്യക്തമായും മറുപടി എഴുത്തുകാർ തന്നു കഴിഞ്ഞു. എഴുത്തിൻ്റെ പരിവർത്തനത്തെ പറ്റി പറയുമ്പോൾ തന്നെ വായനക്കാരുടെ ഭാഗത്തുനിന്ന് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് അവർ പറയാതെ പറഞ്ഞത്. എന്തായാലും നല്ലൊരു സെഷൻ പങ്കെടുത്തതിന് 3 പേരോട് നന്ദി. ഒപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ കേൾവിക്കാർക്കും നന്ദി.